അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന പരിപാടിയാണ് എന്ന് പറയാ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയാം. സെറ്റാണ് കൈവിഷി കാണിച്ച് എന്താണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്ത് ഉപയോഗിക്കും, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഉപയോഗിച്ചിട്ട് ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ റെക്കോർഡ് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും. സെറ്റാണ് കൈവിഷി കാണിച്ച് ഓക്കെ ആണെങ്കിൽ റെക്കോർഡിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് financial data with the help of computer, various accounting software. അപ്പോൾ ഏതൊക്കെയാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേഗം നോട്ട് ചെയ്യുക, കാരണം ഞാൻ ഓർമ്മയിൽ പറഞ്ഞു പോകണം കേട്ടോ. ഓക്കെ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോൾ ടാലി, PHT, ഡാക്കീസ്, ഇത് ജിനു കഥ പഠിച്ച് പറഞ്ഞിട്ടില്ലേ? ക്ലിയർ ആണ് കൈവിഷി കാണിച്ച് ജിനു കഥ പഠിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ 3-4 പേര് പഠിച്ചു വെക്കാം കേട്ടോ. ജിനു ഉണ്ട്, ടാലി ഉണ്ട്, PHT ഉണ്ട്, അതുപോലെ എന്താണ് ഡാക്കീസി ഉണ്ട്. സെറ്റാണ് കൈവിഷി കാണിച്ചേ. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് 3-4 പേര് ഓർത്ത് വെക്കുക. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്താണെന്നും പഠിച്ചു വെക്കുക. ദെൻ നിങ്ങൾ നോക്കേണ്ടത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് നോക്കിയേ, ഫസ്റ്റ് സിമ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് ആണ് അല്ലെ. നമുക്ക് എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ, ബിസിനസ് ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ ട്രാൻസ്പെറൻസി ആണ്, ആർക്കും എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അതുപോലെ എന്താണ് ആക്യുറൻസി, സ്പീഡ്, നമ്മൾ അക്കൗണ്ടിങ് ചെയ്തതിനേക്കാട്ടും കുറച്ചും കൂടി സ്പീഡായിട്ടും ആക്യുറന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് സ്കെയിലബിലിറ്റി, നമുക്ക് ഒരുപാട് ഡാറ്റ സ്കെയിലബിലിറ്റി പുറത്ത് വെക്കാൻ മക്കളെ. അറ്റ് എ ടൈമിൽ നമുക്ക് ഒരുപാട് ഡാറ്റ, ഹ്യൂജ് ഡാറ്റ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താ പറയാ, സ്കെയിലബിലിറ്റി എന്ന് പറയും. സെറ്റ് ആണെങ്കിൽ കൈവിഷി കാണിച്ച് ഓക്കെ ആണെങ്കിൽ. അതുപോലെ റിലയബിലിറ്റി ആയിരിക്കും, അതായത് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും മാനുവൽ അക്കൗണ്ടിങ്ങിനെക്കാട്ടും കുറച്ചും കൂടി ആക്യുറേറ്റ് എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. 4 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫീച്ചറായിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. സെറ്റ് ആണ് കൈവിഷി കാണിച്ച് ഓക്കെ ആണെങ്കിൽ. ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മെറിറ്റ് എങ്കിലും എഴുതി വെക്കണം കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ മെറിറ്റും ആണ് 5 മാർക്കിന് ചോദിക്കാറ് കേട്ടോ. ചിലപ്പോൾ ഫീച്ചേഴ്സും ലിമിറ്റേഷനും കൂടി ചോദിക്കും. അപ്പൊ നിങ്ങൾ ഫീച്ചേഴ്സും മെറിറ്റും ലിമിറ്റേഷനും പഠിച്ചു വെക്കുക. യെസ്, നെക്സ്റ്റ് അടുത്തത് ഇതിന്റെ കമ്പോണൻസ് നോക്കിയേ. കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഡാറ്റ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, അറിയാവുന്ന കൈവിഷി കാണിച്ചാൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ് അല്ലെ. ഫിഗേഴ്സ്, ഫാക്ട്സ് ആണ് ഡാറ്റ. ഇനി പീപ്പിൾ, ആരാണോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകളെ ഹ്യൂമൻ ബീങ്സ് നമുക്ക് പീപ്പിൾ എന്ന് വിളിക്കാം. ഇനി പ്രൊസീജിയർ നിങ്ങൾ ആലോചിക്കുക. പ്രൊസീജിയർ എന്താണ്, ലോജിക്കൽ സീക്വൻസ് സ്റ്റെപ്പ്, അതായത് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സീക്വൻസ് ഓഫ് ലോജിക്കൽ സ്റ്റെപ്പിനെയാണ് എന്ന് പറയാ പ്രൊസീജിയർ എന്ന് പറയാം. ജിനുകാത്തേക്ക് പ്രൊസീജിയർ ഉണ്ട് അല്ലെ. അതേപോലെ ഹാർഡ്വെയർസ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് ചോദിക്കും. CPU, മോണിറ്റർ, കീബോർഡ്, മൗസ് ഒക്കെ ഹാർഡ്വെയർസ് ആണ്. ചിലപ്പോൾ സോഫ്റ്റ്വെയറും ഹാർഡ്വെയർസും തന്നിട്ട് എന്താണ് ഓഡ് വൺ ഔട്ട് ചോദിക്കും കേട്ടോ. സെറ്റ് ആണെങ്കിൽ കൈവിഷി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ. ഇപ്പൊ ഹാർഡ്വെയർസിന്റെ പേര് ഓർത്ത് വെക്കുക. അതേപോലെ സോഫ്റ്റ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ്വെയർസ് പ്രവർത്തിക്കാൻ ആവശ്യമായ പ്രോഗ്രാമിനെയാണ് എന്ത് പറയാ, സോഫ്റ്റ്വെയർസ് എന്ന് പറയാ. വിൻഡോസ് ഉണ്ട്, ഉബുണ്ടു ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നത് ഉബുണ്ടു ആണ് കേട്ടോ. സെറ്റ് ആണെങ്കിൽ കൈവിഷി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ മെയിൻ ആയിട്ട് ഹാർഡ്വെയർസിന്റെ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ നിങ്ങൾ പഠിക്കേണ്ടത് അക്കൗണ്ടിങ് സൈക്കിൾ എടുത്തരാം. യെസ്, ഇനി ഒരു കോഡ് വരുന്നത് നമുക്ക് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ടിങ് കോഡ്. സെറ്റാണ് കൈവിഷി കാണിച്ച് അക്കൗണ്ടിങ് കോഡ്സ്. അതിൽ നമ്മൾ 3 ടൈപ്പ് കോഡായിട്ട് പഠിക്കുന്നില്ല. ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ സാർ ഹസിൻ എത്ര ടൈപ്പ് കോഡ് പഠിക്കുന്നുണ്ടടാ സാർ? നെക്സ്റ്റ് കിട്ടും. ഹസിൻ എത്ര ടൈപ്പ് കോഡ് പഠിക്കുന്നുണ്ട്? സീക്വൻഷ്യൽ കോഡ്, ബ്ലോക്ക് കോഡ്, പിന്നെ നെമോണിക് കോഡ്. ഇത്രയും കോഡല്ലേ പഠിക്കുന്നുള്ളൂ? ആണോ ഒന്ന് കൈവിഷി കാണിച്ചേ അല്ലേ? ഇത്രയും കോഡല്ലേ പഠിക്കുന്നുള്ളൂ? യെസ്, ഓക്കെ മക്കളെ. ഇതിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സീക്വൻഷ്യൽ കോഡും നെമോണിക് കോഡും ആണ്. സെറ്റ് ആണെങ്കിൽ കൈവിഷി കാണിച്ച് സീക്വൻഷ്യൽ കോഡും നെമോണിക് കോഡും ക്വസ്റ്റ്യൻ ചോദിക്കും. യെസ്, ശ്രദ്ധിക്കാം കേട്ടോ. സാറേ നെക്സ്റ്റ് നോക്കാം. സീക്വൻഷ്യൽ കോഡ് ഈസ് നമ്പർ ഓർ ലെറ്റേഴ്സ് അസൈൻ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഓർഡേഴ്സ്. അതായത് സീക്വൻഷ്യൽ കോഡ് ഒക്കെ, സീക്വൻഷ്യൽ കോഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്പേഴ്സോ ലെറ്റേഴ്സ് എന്താണ് ഒരു പ്രത്യേക ഓർഡറിൽ കൊടുത്തു. എക്സാമ്പിൾ പറയുന്നത് നമുക്ക് ID നമ്പർ ഉണ്ടാകും അല്ലെ. സ്കൂളിലെ കുട്ടികൾക്ക് ID കാർഡ് നമ്പർ ഉണ്ടാകും. അതേപോലെ എംപ്ലോയിക്ക് ആണെങ്കിലും ID കാർഡ് നമ്പർ ഉണ്ടാകും. അപ്പൊ ഇതേപോലെ ഒരാൾക്ക് ഒരു പ്രത്യേക യൂണിക് നമ്പർ കൊടുത്താൽ അത് സീക്വൻഷ്യൽ കോഡാണ്. സെറ്റ് ആണെങ്കിൽ കൈവിഷി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ. അപ്പൊ ചിലപ്പോൾ തരുന്നത് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ID, അത് ഏത് കോഡാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ എന്താണ് സ്കൂളിലെ കുട്ടികളുടെ ID, അത് ഏത് നമ്പറാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങളത് സീക്വൻഷ്യൽ കോഡാണെന്ന് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് അടുത്തതാണ് ബ്ലോക്ക് കോഡ് അല്ലെ. ബ്ലോക്ക് കോഡ് എന്ന് ആലോചിക്കുക മക്കളെ. ബ്ലോക്ക് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക റേഞ്ച് ആണ് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ പറയുന്നത് നമ്മളിപ്പോ ഫിക്സഡ് സെറ്റിന്റെ കാറ്റഗറി പെടുത്തിയേക്കുന്നത് 500 തുടങ്ങി
600 വരെയാണെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കാറ്റഗറി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റേഞ്ച് പറഞ്ഞാൽ അപ്പോൾ ഉറപ്പിക്കുക അതെന്താണ് ബ്ലോക്ക് കോഡാണ്. സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച് ചിലപ്പോൾ ഇങ്ങനെ പറയും 501 തുടങ്ങി അല്ലെങ്കിൽ എന്താണ് 609 വരെ എന്നൊക്കെ ചിലപ്പോൾ ജസ്റ്റ് പറയും കേട്ടോ. അത്രയും വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഇന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കോഡ് പറഞ്ഞാൽ ഒരു റേഞ്ച് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ അതെന്താണ് ബ്ലോക്ക് കോഡാണ്. സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച് റേഞ്ച് പറഞ്ഞാൽ ബ്ലോക്ക് കോഡാണ്. അതേപോലെ നെക്സ്റ്റ് നോക്കാം, നെമോണിക് കോഡാണ്. നെമോണിക് കോഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇത് കൺസിസ്റ്റ് ഓഫ് ആൽഫബറ്റ് അബ്രിവേഷൻസ് as symbols codify the piece of information. നോക്കിയേ, ഫോർ എക്സാമ്പിൾ റെയിൽവേ സ്റ്റേഷൻ എന്താ പറയുക, റെയിൽവേ സ്റ്റേഷനിലെ കോഴ്സുകളുണ്ടല്ലേ, പാലക്കാടാണെങ്കിൽ PGT എന്ന് പറയും, അതുപോലെ തന്നെ ട്രിവാൻഡ്രം ആണെങ്കിൽ TVC, കേരളക്കാണെങ്കിൽ KN എന്ന് പറയും, തമിഴ്നാടാണെങ്കിൽ TN എന്ന് പറയും അല്ലെ. സെറ്റ് ആണെങ്കിൽ KVC കാണിച്ചേ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അബ്രിവേഷൻസ് പറയാം, ഷോർട്ട് ഫോം പറഞ്ഞിട്ട് എന്താണ് അത് ഏത് കോഡാണെന്ന് ചോദിച്ചാൽ അത് നെമോണിക് കോഡാണ്. നോട്ട് ചെയ്യുക, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് ഫോം തന്നിട്ട് അത് ഏത് കോഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെമോണിക് കോഡാണ്. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറയൂ കേട്ടോ. PGT ഫോർ പാലക്കാട് എന്നോ, TVC ഫോർ ട്രിവാൻഡ്രം എന്നോ, KL ഫോർ കേരള എന്നോ, TN ഫോർ തമിഴ്നാട് എന്നോ പ്രത്യേകിച്ച് പറയും. സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ. യെസ്. നെക്സ്റ്റ് ഇതെന്താണ്? വണ്ടികളുടെ ഒക്കെ നമ്പർ അത് ഏത് കോഡാണ്? സീക്വൻഷ്യൽ കോഡാണ് കേട്ടോ. സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച് വണ്ടികളുടെ ഒക്കെ നമ്പർ ചോദിക്കുകയാണെങ്കിൽ അത് സീക്വൻഷ്യൽ കോഡാണ്. ഇത് മൂന്നും ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച് ഇത് മൂന്നിനും ഏതെങ്കിലും ക്വസ്റ്റ്യൻ എന്തായാലും വൺ വേർഡ് പ്രതീക്ഷിക്കണം. നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ ഇൻഫർമേഷൻസ് പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാം. സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച് യൂസർക്ക് പാസ്വേഡ് കൊടുത്ത് സെക്യൂർ ചെയ്യാം. ദെൻ ഡാറ്റ ഓഡിറ്റ്. ഡാറ്റ ഓഡിറ്റും ഡാറ്റ വോൾട്ടും മാറിപ്പോകരുത്. ഡാറ്റ ഓഡിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഡാറ്റയിൽ ചേഞ്ച് വരുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറിനെയാണ് എന്ത് പറയാ? ഡാറ്റ ഓഡിറ്റ്. ഇറ്റ് ഈസ് എ ഫീച്ചർ യൂസ്ഡ് ഹു ആർ ടു ചേഞ്ച് ഹാഡ് ബീൻ മെയിൻ ദി ഒറിജിനൽ ഡാറ്റ. ആരാണ് ഒറിജിനൽ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫീച്ചറിനെയാണ് എന്ത് പറയാ? ഡാറ്റ ഓഡിറ്റ് എന്ന് പറയാ. സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ. യെസ്. നെക്സ്റ്റ് എന്താണ്? ഡാറ്റ വോൾട്ട്. ഡാറ്റ വോൾട്ടിംഗ് വിൽ സീവ് എൻക്രിപ്റ്റഡ് ഫ്രോം. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ഡാറ്റാസ് സേവ് ചെയ്യുന്നത് അവരുടെ എൻക്രിപ്ഷനുകൾ കൊടുക്കും അല്ലെ. അപ്പൊ എൻക്രിപ്റ്റഡ് ഫോമിൽ നമ്മൾ ഡാറ്റാസ് സേവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡാറ്റ വോൾട്ട് എന്ന് പറയാ. സെറ്റ് ആണ് കൈവശി കാണിച്ച് ഇത് എൻക്രിപ്റ്റഡ് ഫോമിൽ ഡാറ്റനെ സേവ് ചെയ്യും. ഇതങ്ങനെയല്ല, ഒരു ഫീച്ചറാണ്. അത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറിജിനൽ ഡാറ്റനെ സേവ് ചെയ്യാൻ പറ്റും. സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ. യെസ്. നെക്സ്റ്റ് അടുത്ത് നോക്കേണ്ടത് മെറിറ്റ് ഓഫ് CAS. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് മെറിറ്റ് ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ പോയിന്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാം കേട്ടോ. ഫസ്റ്റ് ടൈംലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എഫിഷ്യന്റ് ആയിട്ട് ബുക്ക് കീപ്പിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. സമയം സേവ് ചെയ്യാം, മണി സേവ് ചെയ്യാം. അതുപോലെ ഡാറ്റയ്ക്ക് എന്തുണ്ട്? കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ ആരോടത്തും ഡാറ്റ ലീക്ക് ആവുന്നില്ല. നെക്സ്റ്റ് ഡിമെറിറ്റ് പറയുകയാണെങ്കിലോ ചിലപ്പോൾ ഹാക്കേഴ്സോ സ്റ്റീലിംഗ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ വൈറസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രോബ്ലം വിത്ത് ടെക്നോളജി മാറുമ്പോൾ അത് ഉപയോഗിക്കാനുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലെവൽ. ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ ആളുകളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ എന്താണ്? ചാൻസ് ഓഫ് ഡാറ്റ ലൂസ് ടു വേരിയസ് റീസൺസ്. ചിലപ്പോൾ കറണ്ട് പോകുമ്പോൾ ഡാറ്റ സേവ് ചെയ്യാണ്ട് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ വൈറസ് വരാം, തെഫ്റ്റ് വരാം. ഇതൊക്കെയാണ് അതിന്റെ ഡിമെറിറ്റ്സ്. സെറ്റ് ആണ് കൈവശി കാണിച്ച്. സോ മെറിറ്റും ഡിമെറിറ്റും നന്നായിട്ട് പഠിക്കാം. സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ ആണ് കൈവശി കാണിച്ച്. ഫസ്റ്റ് ഇത് ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ഓക്കെ അടുത്തതാണ് രണ്ടാമത്തെ നിങ്ങൾ ഇപ്പൊ നോക്കണ്ട മക്കളെ. രണ്ടാമത്തെ ചാപ്റ്റർ ഇപ്പൊ നോക്കണ്ട, കാരണം അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് കുറെ വലിയ ചാപ്റ്റർ ആണ്. ലാസ്റ്റ് മാത്രം മിസ് പറയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് തേർഡ് ചാപ്റ്ററിലേക്ക് പോവാണ്. തേർഡ് ആൻഡ് ഫോർത്ത് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട് കേട്ടോ, പക്ഷെ ലാസ്റ്റേ പറയുള്ളൂ. തേർഡ് ആൻഡ് ഫോർത്ത് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയേണ്ടത് വേഗം പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ തേർഡ് ചാപ്റ്റർ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ആൻഡ് ബിസിനസ് ആപ്ലിക്കേഷൻ ആണ് മക്കളെ. ബിസിനസ് ആപ്ലിക്കേഷനിൽ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത് എത്ര കാര്യങ്ങൾക്കാണ് ചോദിക്കും കേട്ടോ. ബിസിനസ് ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത് പേറോൾ അക്കൗണ്ടിങ്ങിനും
ലോൺ റീപേയ്മെന്റ് ഷെഡ്യൂളിനും അതേപോലെ ഡിപ്രീസിയേഷനുമാണ്. സെറ്റാണ് കൈവശിക്കാൻ ഡിപ്രീസിയേഷന് വേണമെങ്കിൽ അസറ്റ് അക്കൗണ്ടിംഗ് എന്ന് ചോദിക്കാം. സെറ്റാണ് കൈവശിക്കാൻ അസറ്റ് അക്കൗണ്ടിംഗ് എന്ന് ചോദിക്കാം കേട്ടോ. എന്താണ് പേറോൾ സ്റ്റേറ്റ്മെന്റ്? പേറോൾ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കിയാൽ പേറോൾ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത്? prepared by every organization to show എന്താണ് ഡീറ്റെയിൽസ് ഓഫ് സാലറി കാൽക്കുലേഷൻ. എല്ലാ ഓർഗനൈസേഷനും ഇത് പ്രിപ്പയർ ചെയ്യും. എംപ്ലോയീസിന്റെ സാലറിയുടെ ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ. ഈ ഒരു ഒറ്റ കാര്യം ചോദിച്ചാൽ മതി. സെറ്റാണെങ്കിൽ കൈവശിക്കാൻ എംപ്ലോയീസിന്റെ സാലറിയുടെ ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ കണക്കുന്ന പരിപാടിനെയാണ് എന്ത് പറയാ? പേറോൾ അക്കൗണ്ടിംഗ് എന്ന് പറയാ. സെറ്റാണെങ്കിൽ കൈവശിക്കാൻ ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ ഓഫ് സാലറി ഓഫ് ആൻ എംപ്ലോയീസ് പേറോൾ സ്റ്റേറ്റ്മെന്റ്. സെറ്റ് മക്കളെ ക്ലിയർ ആണ്? കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കാണ്. അടുത്ത് ശ്രദ്ധിക്കുക, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, ഏതൊക്കെയാണ് ഏണിങ്സും പേറോളിന്റെ കോമ്പോണൻസ് ഇതൊക്കെയാണ് ചോദിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ നോട്ട് ചെയ്തേ. പേറോളിന്റെ കോമ്പോണൻസ് പറയുമ്പോൾ 2 കോമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഏണിങ്സും ഡിഡക്ഷൻസും. സെറ്റാണ് കൈവശിക്കാൻ ഏണിങ്സും ഉണ്ട്, ഡിഡക്ഷൻസ് ഉണ്ട് കേട്ടോ. ഏണിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ശ്രദ്ധിക്കുക, എന്താണ്? സാലറിയിലേക്ക് കിട്ടുന്ന എല്ലാനും ഏണിങ്സ് ആണ് അല്ലേ മകളെ? നമുക്ക് കിട്ടുന്ന എല്ലാനും ഏണിങ്സ് ആണ്. സെറ്റാണ് കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ. അപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, ആദ്യം എംപ്ലോയിക്ക് കിട്ടുന്ന പരിപാടിയാണ് ബേസിക് പേ. സെറ്റാണ് കൈവശിക്കാൻ ബേസിക് പേ കിട്ടും കേട്ടോ. അതേപോലെ ഗ്രേഡ് പേ കിട്ടും. ഇത് എന്താണെന്ന് എക്സാമിന് ചോദിക്കാറില്ല, പക്ഷെ ഏതൊക്കെ ഐറ്റാണ് ചോദിക്കാറുണ്ട്. ഗ്രേഡ് പേ ഉണ്ട്. നെക്സ്റ്റ് ഡിയർനെസ് പേ ഉണ്ടാവാറുണ്ട്. അതേപോലെ എന്താണ്? ഡിയർനെസ് അലവൻസ് ഉണ്ട്. നെക്സ്റ്റ് അടുത്തത് ഡിയർനെസ് അലവൻസ് ഉണ്ട്. പേരുകൾ നോട്ട് ചെയ്യണം മക്കളെ. അടുത്തത് ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്. അടുത്ത എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? എനി അതർ അലവൻസ് ഉണ്ടെങ്കിൽ അതും. അപ്പൊ ഇത്രയും നിങ്ങൾ മെയിൻ ആയിട്ട് ബേസിക് പേയും ഗ്രേഡ് പേയും DA HRA TA ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചേക്കാം. ഇതെല്ലാം എംപ്ലോയിക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്, ഏണിങ്സ് ആണ്. സെറ്റാണ് കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? എന്നിട്ട് ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ചിലപ്പോൾ ചോദിക്കും ഈ ഏണിങ്സ് വെച്ചിട്ട് നമുക്ക് എന്താണ് കാണേണ്ടത്? ഏണിങ്സ് എന്ത് കാണണം? ഏണിങ്സ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗ്രോസ് പേ അല്ലെങ്കിൽ ഗ്രോസ് സാലറി ആണ്. സെറ്റാണ് കൈവശിക്കാൻ ഏണിങ്സ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് പേ കിട്ടി. സെറ്റാണ് കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തത് ഡിഡക്ഷൻസ് ആണ് മക്കളെ. എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് പോകുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാ പോകാം? PF അല്ലെ? ഭാവിയിലേക്കുള്ള PF നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ടാക്സ്, നമ്മളുടെ ബേസിക് പേയുടെ പെർസെന്റ് ടാക്സ് നമുക്ക് പോകുന്നുണ്ട്. TDS എന്നാ പറയാ. നെക്സ്റ്റ് എന്തെങ്കിലും PFന്റെ ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ നമുക്ക് പോകുന്നുണ്ട്. അതേപോലെ പ്രൊഫഷണൽ ടാക്സ് ഉണ്ടെങ്കിൽ അതും പോകുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഡിഡക്ഷൻസ്. സെറ്റാണ് കൈവശിക്കാൻ ഈ ഡിഡക്ഷൻസ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിഡക്ഷൻസ് കിട്ടും. സെറ്റാണ് കൈവശിക്കാൻ ടോട്ടൽ ഡിഡക്ഷൻസ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് സാലറി കാണണം. ഓക്കെ, നെറ്റ് സാലറി കാണാൻ വേണ്ടിയിട്ട് ഗ്രോസ് പേ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഏണിങ്സ് എല്ലാം കൂടി കൂട്ടി കണ്ടുപിടിച്ച ഗ്രോസ് പേ നമ്മൾ എന്ത് കൊടുക്കുക? നമ്മൾ കൊടുക്കേണ്ടത് ടോട്ടൽ ഡിഡക്ഷൻസ് ആണ്. സെറ്റാണ് കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ആദ്യം ഏണിങ്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് സാലറി ക്ലിയർ ആയ ഗ്രോസ് പേ കണ്ടുപിടിക്കുന്നു. ദെൻ ഡിഡക്ഷൻസ് എല്ലാം കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ഡിഡക്ഷൻസ് കണ്ടുപിടിക്കുന്നു. ദെൻ എംപ്ലോയിക്ക് കയ്യിൽ കിട്ടുന്ന സാലറി എത്രയാണ്? മൊത്തം കിട്ടുന്നതിൽ നിന്ന് പോകുന്നതെല്ലാം കൂടി ഒരുമിച്ച് കുറയ്ക്കുന്നു. സെറ്റാണ് കൈവശിക്കാൻ ദാറ്റ് ഈസ് എന്താണ്? നെറ്റ് സാലറി. ചിലപ്പോൾ എന്താണ് പേറോൾ കാണേണ്ടത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചേക്കാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട, പക്ഷെ നിങ്ങൾ അതിന്റെ പേര് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ഓഡ് വൺ ഔട്ട് ചോദിക്കും. എങ്ങനെയാ ചോദിക്കുക? ചിലപ്പോൾ ഒരു 3 ഏണിങ്സ് വരും, ഒരെണ്ണം ഡിഡക്ഷൻസ് വരും കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതാണ് ഡിഡക്ഷൻസ് എന്നും ഏതാണ് ഏണിങ്സ് എന്നും വ്യക്തമായ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. സെറ്റാണെങ്കിൽ കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓഡ് വണ്ണോട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് കോമ്പോണൻസ് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. അടുത്തതാണ് അസറ്റ് അക്കൗണ്ടിങ്. അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ആണ്. അത് കേട്ട് നിങ്ങൾ ആരും പഠിക്കരുത്. ഡിപ്രീസിയേഷൻ എന്നറിയാലോ, നമ്മുടെ സെറ്റിന്റെ വാല്യൂ നമ്മൾ കുറയുന്ന പരിപാടിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഡിപ്രീസിയേഷന്റെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതാൻ കിട്ടിയിട്ടുണ്ടാവണം. അതേപോലെ നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ 2 ടൈപ്പ് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ഗെയിൻ മെത്തേഡും അതേപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. സെറ്റാണ് കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിക്കും എല്ലാ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും ഫിക്സഡ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കുറച്ചാൽ അത് ആ മെത്തേഡ് ഏതാണ്? സിന്റാക്സ് ചോദിക്കാം. അപ്പോൾ നോക്കിയേ, ഫിക്സഡ് ആയിട്ട് നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് കുറച്ചാൽ മക്കളെ അത് എന്ത് മെത്തേഡാണ്?
വേഗം പറ. എല്ലാ വർഷവും നമ്മൾ ഫിക്സഡ് ആയിട്ട് നമ്മളൊരു ഡിപ്രീസിയേഷന്റെ എമൗണ്ട് കുറച്ചാൽ അത് എന്ത് മെത്തേഡാണ്? സാറെ വിളിച്ചു. ഹന പറയടാ. ഫിക്സഡ് ആയിട്ട് എല്ലാ വർഷവും നമ്മൾ ഒരു എമൗണ്ട് കുറയ്ക്കേണ്ട ഡിപ്രീസിയേഷൻ, അത് ഏത് മെത്തേഡാണ്? എല്ലാ വർഷവും നമ്മൾ ഒരു എമൗണ്ട് കുറയ്ക്കുകയാണ് ഡിപ്രീസിയേഷൻ ആയിട്ട്. ഡിപ്രീസിയേഷൻ നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാമല്ലോ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. എന്താണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിന്റെ പ്രത്യേകത? അറിയില്ല, മറന്നുപോയി. യെസ് മക്കളെ, എത്ര പേർക്ക് അറിയാടാ? ഹാൻഡ് റൈസ് ചെയ്യണം മക്കളെ, വേഗം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, അതുകൊണ്ടാണ് വീണിച്ച് പറഞ്ഞത് കേട്ടോ. എത്ര പേർക്ക് അറിയാം? യെസ് വിളിച്ചു സാറേ. ജ്യോതിഷേ പറ, എന്താണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്? അപ്പൊ എല്ലാ വർഷവും സെയിം എമൗണ്ട് ഡിഡക്ഷൻ ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കുക സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയിരിക്കും. സെറ്റ് ആണ് കൈവിശിക്കാണിച്ച് എല്ലാ വർഷവും ഒരേപോലത്തെ എമൗണ്ട് കുറയ്ക്കും എന്ന് പറഞ്ഞാൽ അത് സ്ട്രേറ്റ് ലൈൻ ആണ്. സെറ്റ് ആണ് കൈവിശിക്കാണിച്ച് ഓക്കെ ആണെങ്കിൽ സ്ട്രേറ്റ് ലൈനിന്റെ സിൻടാക്സ് പഠിക്കാൻ വളരെ 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 എളുപ്പമാണ്. സിൻടാക്സ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെ ആയിക്കോളൂ, അസറ്റ് അക്കൗണ്ടിങ്ങിന്റെ സിൻടാക്സ് എഴുതുക, അല്ലെങ്കിൽ ഡിപ്രീസിയേഷന്റെ സിൻടാക്സ് എന്ന് ചോദിക്കും. അപ്പൊ നോക്കിയേ, അങ്ങനെ ചോദിച്ചു രണ്ടു രീതി കേട്ടോ. ആദ്യം സ്ട്രേറ്റ് ലൈൻ ഹെഡിങ് കൊടുക്കുക, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഹെഡിങ് കൊടുക്കുക. സിൻടാക്സ് നോക്കിയേ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് SLN, സെറ്റാണ് കൈവിശി കാണിച്ച് SLN എന്ന് കൊടുക്കുക കേട്ടോ. ദെൻ ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ, ലൈഫ്, ഇത് മൂന്നും കൃത്യമായിട്ട് എഴുതിയേ പറ്റൂ. സെറ്റാണ് കൈവിശി കാണിച്ച് മാറിപ്പോകരുത്, നിങ്ങളുടെ മാർക്ക് പോകും കേട്ടോ. അതേപോലെ കോമ തന്നെ ഇട്ട് കൊടുക്കുക, വേറെ ഒന്നും ഇട്ട് കൊടുക്കരുത്, കാരണം സിൻടാക്സ് മാർക്ക് ചെയ്താൽ ആൻസർ മാറും. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് SLN, കോസ്റ്റ്, സ്ക്രാപ്പ്, ലൈഫ് ആണ് എന്ത് നമ്മളുടെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിന്റെ ഈ പറഞ്ഞ സിൻടാക്സ്. സെറ്റാണ് കൈവിശി കാണിച്ചേ ഓക്കെ ആണെങ്കിൽ ക്ലിയർ അല്ലേ പറയുന്നത് മക്കളെ? ഓക്കെ ആണല്ലോ? ഇതിപ്പോ തന്നെ കണ്ടുപിടിച്ച് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിന്റെ സിൻടാക്സ്, അല്ലെങ്കിൽ ചോദിക്കും സ്ട്രേറ്റ് ലൈൻ മെത്തേഡിന്റെ ഫംഗ്ഷൻ ഏതാണ്. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണ് SLN ഫംഗ്ഷൻ. സെറ്റാണ് കൈവിശി കാണിച്ചേ SLN ഫംഗ്ഷൻ ട്ടാ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. അടുത്തതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. നോക്കിയേ, അതായത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിവിടെ ബാലൻസിന്റെ ഓരോ വർഷത്തെയും അക്കൗണ്ടിന്റെ നമ്മളുടെ അസറ്റിന്റെ ബാലൻസിന്റെ ബേസിസിലാണെങ്കിൽ നമ്മൾ എന്താ പറയാ? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയും. സെറ്റാണ് കൈവിശി കാണിച്ച് ഓരോ വർഷവും അസറ്റിന്റെ ആ ഒരു ബാലൻസ്, കറണ്ട് ബാലൻസ് അനുസരിച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ അത് ഡിമിനിഷിങ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്. സിൻടാക്സ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിന്റെ സിൻടാക്സ് DB ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോസ്റ്റ് കോമ സാൽവേജ് വാല്യൂ, ലൈഫ്, പീരീഡ്, മന്ത്. സെറ്റ് ആണെങ്കിൽ കൈവിശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണ് DB ഫംഗ്ഷൻ. സെറ്റ് ആണെങ്കിൽ കൈവിശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ DB ഫംഗ്ഷൻ ആണ് ട്ടാ. മറ്റേതാണെങ്കിലോ SLN ഫംഗ്ഷൻ. സെറ്റ് ആണെങ്കിൽ കൈവിശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ട് പ്രതീക്ഷിക്കണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലോൺ പേയ്മെന്റിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ലോൺ എടുത്തു, ലോൺ പേയ്മെന്റിന് വേണ്ടി അതിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? അപ്പൊ നോക്കിയാൽ മക്കളെ, ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റും എമൗണ്ടും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മൾ PMT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കും. സെറ്റ് ആണ് കഴിച്ച് കാണിച്ച്. അപ്പൊ ലോൺ കണ്ടാൽ ഉറപ്പിച്ചു അതിന്റെ ഫംഗ്ഷൻ PMT ആണ്. സെറ്റ് ആണോ? അപ്പൊ സ്ട്രേറ്റ് ലൈനിന്റെ ഫംഗ്ഷൻ SLN ആണ്, അതേപോലെ റിട്ടേൺ ഡൗണിന്റെ ഫംഗ്ഷൻ DB ആണ്, അതുപോലെ എന്താണ് ലോൺ റീപേയ്മെന്റ് ഫംഗ്ഷൻ എന്താണ്? PMT ആണ്. ഇത്രയും ക്ലിയർ ആണ് കൈവിശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ, ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം. സെറ്റ് അല്ലേ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്തതാണ് 4th ചാപ്റ്റർ ആണ് പറയുന്നത്. ഓക്കെ, 4th ചാപ്റ്ററിൽ ഗ്രാഫ്സ്, ചാർട്ട് ആൻഡ് ഗ്രാഫ്സ് ഓഫ് ബിസിനസ് ഡാറ്റ. ബിസിനസ് ഡാറ്റയ്ക്കുള്ള ചാർട്ടിന്റെ ഗ്രാഫിനെ പറയാം കേട്ടോ. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഒരു 3-4 ചാർട്ടിന്റെ പേര് പഠിക്കാട്ടോ. ചാർട്ട് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. നോക്കിയേ, കോളം ചാർട്ട് ഉണ്ട്, ബാർ ചാർട്ട് ഉണ്ട്, പൈ ചാർട്ട് ഉണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്. ഏതെങ്കിലും 3-4 പഠിച്ചു വെക്കുക. സെറ്റ് ആണ് കൈവിശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? വേഗം 4 ചാർട്ടിന്റെ പേര് പഠിച്ചു മക്കളെ. വേഗം ഒരു 4 ചാർട്ടിന്റെ പേര് പഠിക്കാം. വേഗം ആവട്ടെ കേട്ടോ. വേഗം ഒരു 3-4 ചാർട്ടിന്റെ പേര് പഠിക്കാം. വിളിച്ചോട്ടുണ്ട്. അർഫാനെ പേര് പറഞ്ഞടാ. എത്ര ടൈപ്പ് ചാർട്ട് ഉണ്ട്? 3-4 പേര് പറ. കോളം ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ചാർട്ട്. ഓക്കെ, മറ്റൊരു സെറ്റ് ആണ് കൈവിശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഇതില് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്.
വാട്ട് യു മീൻ ബൈ ബാർ ചാർട്ട്? എന്താണ് ബാർ ചാർട്ട് എന്ന് ചോദിക്കും. സെറ്റാണ് KVC കാണിച്ച് ബാർ ചാർട്ട് എന്താണ് ചോദിക്കും. എന്താണ് ബാർ ചാർട്ടിന്റെയും കോളം ചാർട്ടിന്റെ പ്രത്യേകത? ഇത്രയും കാര്യം എഴുതിയാൽ മതി. ഡാറ്റാസ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ബാർ ചാർട്ടിലൂടെയാണ്. സെറ്റാണ് KVC കാണിച്ച് ഡാറ്റാസ് നമ്മൾ കോളത്തിൽ അങ്ങനെ തന്നെയാണ്. ഡാറ്റാസ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ചാർട്ടാണ് ബാർ ചാർട്ട്. ഇവിടെ നമ്മൾ ബാറുകൾ പ്ലേസ് ചെയ്യുന്നത് ഹൊറിസോണ്ടലി ആണ്. സെറ്റാണ് KVC കാണിച്ച് ബാർ ചാർട്ടിന്റെ ഡയഗ്രാം ഇങ്ങനെയായിരിക്കും വരാം മക്കളെ. സെറ്റാണോ? ക്ലിയർ ആണ് KVC കാണിച്ച് ബാർ ചാർട്ട് ഹൊറിസോണ്ടലി ആയിക്കോട്ടോ. കോളം ചാർട്ട് ആണെങ്കിലോ വെർട്ടിക്കലി ആയിരിക്കും. സെറ്റാണ് KVC കാണിച്ച്. അപ്പൊ നിങ്ങൾ ആ ഒരു ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ബാർ ചാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഡാറ്റനെ പിക്ചോറിക്കലി അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ബാർ ചാർട്ട് ആണ്. ഒറ്റ പ്രത്യേകതയുണ്ട്, ബാർസ് പ്ലേസ് ചെയ്യുന്നത് ഹൊറിസോണ്ടലി ആണ്. സെറ്റാണ് KVC കാണിച്ച് അവിടെ എഴുതി വെക്കടാ. ബാർ ചാർട്ടിൽ ഹൊറിസോണ്ടൽ ബാർസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണ് KVC കാണിച്ച്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം ഹൊറിസോണ്ടൽ ബാർസ് ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണ്? അതേതാണ്? ബാർ ചാർട്ട് ആണ്. സെറ്റാണ് KVC കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് അടുത്ത് പോകാം കേട്ടോ. അടുത്തതാണ് യെസ്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് ഓൾറെഡി നമുക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. ചാർട്ടിന്റെ എലമെന്റ്സ് ചോദിക്കാറുണ്ട്. ചാർട്ട് എലമെന്റ്സ് ഒരു 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ആ 4 എണ്ണം വേഗം പറഞ്ഞില്ല കേട്ടോ. നെക്സ്റ്റ് കാണിച്ച് മക്കളെ. ഫസ്റ്റ് എത്തത് ചാർട്ട് ഏരിയ എന്താണ് ചോദിക്കാറുണ്ട്. അതേപോലെ പ്ലോട്ട് ഏരിയ ചോദിക്കാറുണ്ട്. ദെൻ എക്സ് ആക്സസ് സെഡ് ആക്സസ് ചോദിക്കാറുണ്ട്. അതേപോലെ ലെജൻഡ് എവിടെയോ ഉണ്ടാവും. യെസ്, ലെജൻഡും ചോദിക്കാറുണ്ട്. സെറ്റാണ് KVC കാണിച്ച്. ഇതുവരെ 5 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഈ 4 കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സെറ്റാണ് KVC കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു കേൾക്കാം. നിങ്ങൾ ഇത് കൂടാതെ 2 എണ്ണം കൂടി പഠിച്ചു വെക്കുക. എക്സ് ആക്സസ് വൈ ആക്സസ് നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം. അപ്പൊ ഏതെങ്കിലും 2 എണ്ണം കൂടി നിങ്ങൾ ഗ്രിഡ് ലൈൻസോ ഡാറ്റ ലേബലും കൂടി പഠിച്ചു വെക്കുക. ചിലപ്പോൾ എലമെന്റ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാം. സെറ്റാണ് KVC കാണിച്ച്. എലമെന്റ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും 5 മാർക്കിലേക്കും ചോദിക്കാം. ക്ലിയർ ആണ് KVC കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ 4 എണ്ണം നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുക. ഇത് കൂടാതെ 2 എണ്ണം കൂടി പഠിക്കുക. സെറ്റാണ് KVC കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? എന്താണ് ചാർട്ട് ഏരിയ? എൻറ്റയർ ഏരിയ ഓഫ് എ ചാർട്ട് which include labels, datas, axis. ആക്സിസും ഡാറ്റാസും ലേബൽസും അടങ്ങുന്ന ചാർട്ടിന്റെ എൻറ്റയർ ഏരിയ നമുക്ക് എന്ത് പറയാം? ചാർട്ട് ഏരിയ എന്ന് പറയാം. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ സംഭവം തരും നമ്മളോട് എന്താണ് ചോദിക്കും. സെറ്റാണ് KVC കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്തതാണ് എന്ത്? പ്ലോട്ട് ഏരിയ. അതായത് ആക്ച്വൽ ഡാറ്റ എവിടെയാണോ പ്ലോട്ട് ചെയ്യുന്നത് അതിനെയാണ് എന്ത് പറയാ? പ്ലോട്ട് ഏരിയ എന്ന് പറയാം. സെറ്റാണ് KVC കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കിയ മക്കളെ. റെപ്രസെന്റ് ഡെപ്ത് ഓഫ് ദി 3D ചാർട്ട്. ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ വെച്ചേക്കുന്നത് കേട്ടോ. 3D ചാർട്ടിന്റെ ഡെപ്ത്, 3D ചാർട്ടിന്റെ ആ ഒരു ഡെപ്ത് അല്ലെ, അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്? അത് സെഡ് ആക്സിസിലാണ്. സെറ്റാണ് KVC കാണിച്ച്. അപ്പൊ 3D ചാർട്ട് എന്ന് കണ്ടാൽ ഉറപ്പിച്ചു അത് സെഡ് ആക്സിസ് ആയിരിക്കും. ഡെപ്ത് ഓഫ് 3D ചാർട്ട് കാണിക്കുന്നത് സെഡ് ആക്സിസിലാണ്. സെറ്റാണ് KVC കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തത് ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ലെജൻഡ്. എന്താ ലെജൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ. എന്താ ലെജൻഡ്? സാർ ആരാ വിളിച്ചേ? ശ്രീലക്ഷ്മി. എന്താ ലെജൻഡ് എന്ന് പറഞ്ഞേ? ഇൻഫോർമേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെ. ഇപ്പൊ നമ്മൾ 2 ബാർ ഡയഗ്രാം അടുപ്പിച്ച് വെച്ചാൽ ഒരാടെ നമ്മൾ ഷെയ്ഡ് ചെയ്യും, ഒരാടെ നമ്മൾ ഷെയ്ഡ് ചെയ്യാണ്ട് ഇടും. മക്കളെ എങ്ങനെയാണ് KVC കാണിച്ച്? ഓക്കെ ആണെങ്കിൽ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇൻഡിക്കേഷൻ കൊടുക്കും. ഷെയ്ഡ് ചെയ്തത് ഏതെങ്കിലും ഒരു കൺട്രി, ഷെയ്ഡ് ചെയ്യാത്തത് ഇന്ന കൺട്രി എന്ന് കൊടുക്കൂലേ. അപ്പൊ ഈ ഇൻഡിക്കേറ്റർ ആണ് എന്ത് പറയാ? നമ്മൾ ലെജൻഡ് അല്ലെങ്കിൽ ഐഡന്റിഫയർ എന്നൊക്കെ പറയും. സെറ്റാണ് KVC കാണിച്ച്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെ ആയിക്കോളൂ? ഐഡന്റിഫയർ ഓർ ഇൻഡിക്കേറ്റർ ഓഫ് ദി ഡാറ്റ ഐറ്റംസ്. ഐഡന്റിഫയർ എന്നും പറയാം, ഇൻഡിക്കേറ്റർ എന്നും പറയാം, അല്ലെങ്കിൽ കളേഴ്സിലും സിമ്പിൾസിലും കാണിക്കുന്ന ഡാറ്റ ഐഡന്റിഫയർ എന്ന് പറയാം. സെറ്റാണ് KVC കാണിച്ച്. അപ്പൊ കളേഴ്സിലും സിമ്പിൾസിലും കാണിക്കുന്ന, കളേഴ്സ് സിമ്പിൾസ് ഒക്കെ ഇതല്ലേ, കളേഴ്സും സിമ്പിൾസിലും കാണിക്കുന്ന ഇൻഡിക്കേറ്ററിനെയോ ഐഡന്റിഫയറിനെയോ ആണ് ലെജൻഡ് എന്ന് പറയാ. സെറ്റാണ് KVC കാണിച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷ കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഡാറ്റ ലേബൽ. എന്താണ് മക്കളെ? ഡാറ്റ ലേബൽസ് വാല്യൂസ്, ഡാറ്റ ലേബൽസിന്റെ ചാർട്ടാണ്. ഗ്രിഡ് ലൈൻസ് നമ്മൾ കണ്ടില്ല, ഇങ്ങനെ സംഭവങ്ങളാണ് ഗ്രിഡ് ലൈൻസ് പറയാം. സെറ്റാണ് KVC കാണിച്ച്. അപ്പൊ ഇത് 2 നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ഈ 4 എണ്ണം മറന്നു പോകരുത്. ചാർട്ട് ഏരിയ, പ്ലോട്ട് ഏരിയ, എക്സ് ആക്സിസ്, ലെജൻഡ്. സെറ്റാണ് KVC കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ് മക്കളെ. യെസ്. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാണ്. ചാർട്ടിന്റെ അഡ്വാൻറ്റേജസ്.
അഡ്വാൻറ്റേജ് ഓഫ് ചാർട്ട്. ഫസ്റ്റ് എന്താണ് മക്കൾ ഇതിനെക്കാളും സിമ്പിൾ പോർഷൻ നിങ്ങൾ പഠിച്ചോട്ടോ. കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ചാർട്ട് ആണെങ്കിൽ നമുക്ക് എന്താണ് ഇൻഫർമേഷൻസ് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാം. അതേപോലെ ഈസി ആയിട്ട് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ഹെൽപ്പ് ടു എക്സ്പ്ലോർ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റിലേഷൻഷിപ്പ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അതേപോലെയാണ് പ്രസന്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കൺവീനിയൻസ്, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ പെട്ടെന്ന് നമുക്ക് എക്സിബിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം എന്താണ് ഈ പറഞ്ഞ ചാർട്ടാണ്. സെറ്റാണ് കൈവശം കാണിച്ചേ. അഡ്വാൻറ്റേജ് ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കാം. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അഡ്വാൻറ്റേജ് 4 പോയിന്റ് എന്തായാലും പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് പാക്കേജ് ജിനുഗാത്ത എന്താണെന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, ജിനുഗാത്തയുടെ ഫീച്ചേഴ്സ് നിർബന്ധമായിട്ടും പഠിക്കുക. ഫീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ജിനുഗാത്ത. 4 ഇപ്പൊ തന്നെ പഠിച്ചു പോകണം സാർ. നെക്സ്റ്റ് മക്കൾ നോക്കാം. ഇറ്റ് ഇസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഫസ്റ്റ് ഫീച്ചർ ഇപ്പൊ തന്നെ പഠിക്കുക. ഇത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ആർക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സെറ്റ് ആണ് കൈവശം കാണിച്ചപ്പോൾ ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് അനുസരിച്ച് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സെറ്റാണ് കൈവശം കാണിച്ചത്. അപ്പോൾ 4 പോയിന്റ് ഇപ്പൊ തന്നെ പഠിച്ചേ. അതേപോലെ എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആയ ലെഡ്ജേഴ്സ്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സെറ്റാണ് കൈവശം കാണിച്ചേ. പാസ്വേഡ്, സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. സോഴ്സ് ഡോക്യുമെന്റ് യൂസ് ചെയ്യാൻ പറ്റും. വേഗം ഒരു 4 പഠിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. വേഗം 4 പഠിക്കുക കേട്ടോ. യെസ്, സമയം കളയരുത്. നിങ്ങൾക്ക് ഇനി കാലത്തല്ലേ എക്സാം ആണ് കൈവശം കാണിച്ചേ? 9 മണിക്കല്ലേ എക്സാം? 9:30 അല്ലേ? യെസ്, വേഗം പഠിച്ച് നമുക്ക് വേഗം ചാറ്റ് അവസാനിപ്പിക്കാം. പഠിച്ചെന്ന് കൈവശം കാണിച്ചേ. പഠിച്ചു കഴിഞ്ഞെങ്കിൽ അഭിഷേക് ഡൗട്ട് ഉണ്ടോടാ? യെസ്, വിളിച്ചു തരാനോ? എന്താണ് ഫസ്റ്റ് ടൈമിന്നാണ്? ഓക്കെ. എങ്ങനെയുണ്ടായി എക്സാം? കുഴപ്പമുണ്ടായില്ലല്ലോ. കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ് വരച്ചു വെച്ചാ? എസ് എ പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ചേക്കണല്ലേ? കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുണ്ടായില്ലേ? അത് ഏറ്റവും സിമ്പിൾ അല്ലേ? സെലക്ഷന്റെ പ്രോസസ് ഒക്കെ പഠിച്ചു. അതൊക്കെ എന്തായാലും ഇനി ഫൈനൽ എക്സാമിന് ഉണ്ടാവുള്ള. ഇവിടെയില്ലാത്തേക്കും ഫൈനൽ എക്സാമിന് ഉണ്ടാവാം കേട്ടാ. യെസ്, എന്തായാലും കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ചേക്കുന്ന കാര്യങ്ങളാണ്. അത് സിമ്പിൾ ആയിരുന്നില്ലേ? കുഴപ്പമില്ലായിരുന്നു. യെസ്, ഓക്കെ. യെസ് മക്കളെ, മാസത്തിന്റെ ഡയഗ്രം ഒക്കെ വരച്ചാ? വരച്ചൊന്ന് കൈവശം കാണിച്ചേ. വരച്ചാ അതേ. യെസ്, ഓക്കെ, വരച്ചിട്ടുണ്ട്. ഇത് പഠിച്ചില്ലേ? ക്ലിയർ ആണല്ലോ? 4 ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് ആണേ. അനന്ത് പറ. ഫസ്റ്റ് ചാപ്റ്റർ അതേപോലെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ്? 5 മാർക്ക് ചോദിക്കും ഉറപ്പായിട്ടും ഫസ്റ്റ് ചാപ്റ്ററിൽ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം കേട്ടാ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് 1 മാർക്ക്, പിന്നെ 2 മാർക്ക്, 5 മാർക്ക് അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടാ. ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്താടാ? ഫസ്റ്റ് ചാപ്റ്റർ 5 മാർക്ക് ചോദിക്കും. കാരണം അതിൽ ഫീച്ചേഴ്സും ഫസ്റ്റ് ചാപ്റ്ററിൽ 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഫീച്ചേഴ്സ്. അതേപോലെ തന്നെ മറ്റേ ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റും കൂടെ ചോദിക്കും. ക്ലിയർ അല്ലേ പറഞ്ഞത്? അത് ചോദിക്കാം. അതേപോലെ ഈ സാധനം കണ്ടില്ലേ, ജിനുഗാത്തയുടെ ഫീച്ചേഴ്സ്, അത് 4 പേരും ചോദിക്കാറുണ്ട്. പിന്നെ പേറോൾ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, പേറോൾ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ അല്ലേ? അതിന്റെ കോമ്പോണൻസും ഡിഡക്ഷൻസുമായിട്ടും ചോദിക്കാറുണ്ട്. സെറ്റാണ് കൈവശം കാണിച്ചേ. അതിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത് കേട്ടോ. യെസ്, ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞുതരാം. ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കണം നിങ്ങൾ. ഇത് ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച മക്കളെ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? 4 പഠിച്ചിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാണ്. വേണം സാർ. യെസ് മക്കളെ, ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിക്കാം കേട്ടോ. അതായത് ട്രേഡിംഗ് ആൻഡ് അക്കൗണ്ടിലെ എന്ത് ഐറ്റം വന്നാലും അതിന്റെ ഗ്രൂപ്പ് എന്താണ്? ഡയറക്റ്റ് ആയിരിക്കും. സെറ്റാണ് കൈവശം കാണിച്ചേ. ട്രേഡിംഗ് ആൻഡ് അക്കൗണ്ടിലെ എന്ത് ഐറ്റം വന്നാലും ഗ്രൂപ്പ് ഡയറക്റ്റ് ആയിരിക്കും. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഡയറക്റ്റ് ഇൻകം ആയിരിക്കും. സെറ്റാണ് കൈവശം കാണിച്ചേ. ട്രേഡിംഗ് ആൻഡ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡ് ഐറ്റം ആണെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ്, ക്രെഡിറ്റ് സൈഡ് ഐറ്റം ആണെങ്കിലോ ഡയറക്റ്റ് ഇൻകം. സെറ്റാണ് കൈവശം കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഇനി പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഐറ്റം ആണെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ഐറ്റം ആണെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകം. സെറ്റാണ് കൈവശം കാണിച്ചത്. ഓക്കെ ആണെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും
സാലറിയുടെ ഗ്രൂപ്പ് ഏതാണ്? ഏതാ ഗ്രൂപ്പ്? സാലറീസ് P&L അക്കൗണ്ട് ആയിട്ടാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സെറ്റ് ആണ്, കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? അതേപോലെ ചോദിക്കും വേജസിന്റെ ഗ്രൂപ്പ് ഏതാണ്? ഏതാണ് മക്കളെ? ഡയറക്റ്റ് എക്സ്പെൻസ്. പർച്ചേസിന്റെ ഗ്രൂപ്പ് ഏതാണ്? ഡയറക്റ്റ് എക്സ്പെൻസ്. സെയിൽസിന്റെ ഗ്രൂപ്പ് ഏതാണ്? ഡയറക്റ്റ് ഇൻകം. സെറ്റ് ആണ്, കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. ആ സംഭവം നിങ്ങൾ എന്താ ആലോചിക്കണം? ഈ സംഭവം P&L ആണോ ട്രേഡിംഗ് ആണെന്ന് ആലോചിക്കുക. സെറ്റ് ആണെങ്കിൽ കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നെക്സ്റ്റ് അടുത്തത്, അതേപോലെ തന്നെ ഇതും ചോദിക്കാറുണ്ട്, ഏതാണ് ഗ്രൂപ്പ്? അതായത് അസറ്റ് ഒക്കെ ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് നോക്കുക, അതേപോലെ ഇൻവെസ്റ്റ്മെന്റിന് നോക്കുക. കറണ്ട് അക്കൗണ്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഫിക്സഡ് ഐറ്റംസും അതേപോലെ കറണ്ട് അക്കൗണ്ട് ഐറ്റംസും ആട്ടാ. ക്യാഷ്, ബാങ്ക്, ഇൻവെന്ററി ഇതൊക്കെ എവിടെയാ വരാ? കറണ്ട് അസറ്റിലാണ് വരാ. സെറ്റ് ആണെങ്കിൽ കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ. ഫിക്സഡ് ആകുമ്പോൾ ബിൽഡിംഗ്, ഫർണിച്ചർ, ലാൻഡ് ഒക്കെയാണ് ഫിക്സഡ് അസറ്റിൽ വരാ. അതേപോലെ ലയബിലിറ്റിയും കറണ്ട് ലയബിലിറ്റിയും ഒന്ന് നോക്കി വെക്കുക. ഇതും ചോദിക്കാറുണ്ട്. സെറ്റ് ആണെങ്കിൽ കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വളരെ 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഓഡ് വൺ ഔട്ട് ചോദിക്കും. സെപ്പറേറ്റ് ഇത് മാത്രമായിട്ട് 2 മാർക്കിന് ചോദിക്കും. മക്കളെ മനസ്സിലാക്കുക, നമ്മുടെ ജിന്നു ഗാത്തയിൽ ആകെ ഡീഫോൾട്ട് ആയിട്ടുള്ള സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള അവിടെയുള്ള എന്താണ്? ആകെ 4 അക്കൗണ്ട് ആണ്. ഏത്? ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്, P&L അക്കൗണ്ടിങ്, അല്ലെങ്കിൽ എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സെറ്റ് ആണ് കൈവശിക്കാൻ. ഈ 4 സാധനം അല്ലാണ്ട് നമ്മുടെ ജിന്നു ഗാത്തയില് ഒന്നും ഡീഫോൾട്ട് ആയിട്ടില്ല. സെറ്റ് ആണ് കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ. അപ്പൊ ജിന്നു ഗാത്തയിലെ പ്രീ ഡിഫൈൻഡ് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ സിസ്റ്റം ജനറേറ്റഡ് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ ഡീഫോൾട്ട് അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ 4 എണ്ണം ഉള്ളൂ. 4 എണ്ണം ഏതൊക്കെയാണെന്ന് പഠിച്ചേ? അതിന്റെ ഗ്രൂപ്പ് നെയിം പഠിക്കാട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ കറണ്ട് എന്താണ്? അസറ്റ് ആയിരിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. പ്രോഫിറ്റും ലോസും അല്ലെങ്കിൽ ഇൻകം എക്സ്പെൻഡിച്ചറും ഡയറക്റ്റ് ഇൻകം ആയിരിക്കും. സ്റ്റോക്ക് അറ്റ് ദി ബിഗിനിങ് ആണെങ്കിൽ കറണ്ട് സെറ്റ് ആയിരിക്കും. ഇത് ക്ലിയർ ആയിട്ട് വേഗം ഒന്ന് ചെയ്തെടുത്തേ. വേഗം ചെയ്തെടുക്കാം കേട്ടോ. അറിയാവുന്നവരൊക്കെ ഒന്ന് കൈവശിക്കേ. ഇത് അറിയാവുന്നവരൊക്കെ മാറിപ്പോകരുത് കേട്ടോ. ജിന്നു ഗാത്തയിലെ പ്രീ ഡിഫൈൻഡ് ലെഡ്ജർ അക്കൗണ്ട് ഏതൊക്കെയാണ്? ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ചോദിക്കും ഈ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാനാ പറ്റുക? ഈ അക്കൗണ്ട് നമുക്ക് നമ്മൾ സാധാരണ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റുക? മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെറ്റാണ് കൈവശിക്കാൻ. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. സെറ്റാണ് കൈവശിക്കാൻ. ഈ അക്കൗണ്ട് അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളിപ്പോ ക്യാഷ് ഉണ്ടാക്കുന്ന പോലെ ഈ അക്കൗണ്ട് പോയിട്ട് മാസ്റ്ററിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സെറ്റാണ് കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ. അപ്പൊ സാധാരണ അക്കൗണ്ട് പോലെ ഇത് ക്രിയേറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റില്ല, പക്ഷേ മോഡിഫൈ ചെയ്യാൻ പറ്റും. സെറ്റാണ് കൈവശിക്കാൻ മോഡിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലിയർ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് അടുത്തത് നോക്കാം. മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും ഡിഫറൻസ് ചോദിച്ചാൽ 2 പോയിന്റ് എടുത്ത് എഴുതി വെക്കാം. മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ എന്താണ്? സ്പീഡി ആണ്. ഇത് കോസ്റ്റ്ലി ആണ്. ഇത് കോസ്റ്റ്ലി അല്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പ്രോസസ് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ എന്താണ്? നെക്സ്റ്റ് റിപ്പോർട്ട്സും ഡിഫിക്കൽട്ട് ടു ജനറേറ്റ് ആണ്. റിപ്പോർട്ട്സ് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏതെങ്കിലും 3 പോയിന്റ് പഠിച്ചു വെക്കാം കേട്ടോ. സെറ്റാണെങ്കിൽ കൈവശം കാണിച്ച് നിങ്ങൾക്ക് സിമ്പിൾ ഉണ്ടാക്കി കേട്ടോ. നെക്സ്റ്റ് അടുത്തത് ഹൗ ടു ക്രിയേറ്റ് ഓർഗനൈസേഷൻ ജിനുഗാത്തം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം ജിനുഗാത്തയുടെ സ്റ്റെപ്പ്. നെക്സ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അറിയാം. അടുത്തത് യെസ് മക്കളെ, ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതും ഡിലീറ്റും ചോദിക്കാറുണ്ട്. ക്രിയേറ്റും ഡിസ്പ്ലേ ഡിലീറ്റും എന്ന് ചോദിച്ചേക്കണം കേട്ടോ. അപ്പൊ ഇത് 4 ജസ്റ്റ് നോട്ട് ചെയ്തേക്ക്. ചിലപ്പോൾ മാറി മാറി ചോദിക്കാറുണ്ട്. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എവിടേക്ക് പോകണം? മാസ്റ്ററിൽ പോകണം. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കണം. ഗ്രൂപ്പ് നെയിമും സബ് ഗ്രൂപ്പ് നെയിമും അക്കൗണ്ട് നെയിമും കൊടുക്കുക. സേവ് ചെയ്യുക. സെറ്റാണ് കൈവശം കാണിച്ച് മാസ്റ്ററിൽ പോകുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഗ്രൂപ്പ് നെയിം കൊടുക്കുക. സബ് ഗ്രൂപ്പ് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അക്കൗണ്ട് നെയിം കൊടുക്കുക. സേവ് ചെയ്യുക. സെറ്റാണ് കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഇനി ഇത് ഡിസ്പ്ലേ ചെയ്യാനോ റിപ്പോർട്ടിൽ പോക. ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക. സെറ്റാണ് കൈവശം കാണിച്ച് റിപ്പോർട്ടിൽ പോക. ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ്. ഇനി എന്താ ഓൾട്ടർ ചെയ്യേണ്ടത്? ഓൾട്ടർ ചെയ്യുന്നത് ഇതേപോലെ തന്നെ മാസ്റ്ററിൽ പോക. ക്രിയേറ്റ് അക്കൗണ്ടിന് പകരം എഡിറ്റ് അക്കൗണ്ട് എടുക്കുക. ലെഡ്ജർ സെലക്ട് ചെയ്യുക. എഡിറ്റ് കൊടുക്കുക. സെറ്റാണ് കൈവശം കാണിച്ച്. അതേപോലെ ഡിലീറ്റ് ചെയ്യാനോ മാസ്റ്ററിൽ പോക. എഡിറ്റ് അക്കൗണ്ട് എടുക്കുക. ലെഡ്ജർ സെലക്ട് ചെയ്യുക. ഡിലീറ്റ് എടുക്കുക. യെസ് അടിക്കുക. സെറ്റാണ് കൈവശം കാണിച്ച്. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം മാറ്റി മാറ്റി ചോദിക്കാറുണ്ട് കേട്ടോ. സെറ്റാണ് കൈവശം കാണിച്ച് ക്ലിയർ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തത് വൗച്ചർ. എന്താണ് മക്കളെ? നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാനുള്ള സോഴ്സ് ഡോക്യുമെന്റിനെയാണ് വൗച്ചർ എന്ന് പറയാ. വൗച്ചറിന്റെ കീ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക സാറേ. നെക്സ്റ്റ്
എക്സാമിന് ഇതുവരെ ചോദിച്ചേക്കുന്നത് 3 കീ ആണ്, 4 കീ ആണ്. റെസിപ്റ്റ്, പേയ്മെന്റ്, പർച്ചേസ്, കോൺട്രാ, ഇത്രയുമാണ് ഇതുവരെ ചോദിച്ചേക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, സെയിലും കൂടി പഠിച്ചു വെക്കാം. സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഈ 4 സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ, സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം. റെസിപ്റ്റ് ആണ് ആദ്യം വരുന്നത് അല്ലെ, സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച് അതിന്റെ പർപ്പസും കൂടി ചോദിക്കും. റെക്കോർഡ് റെസിപ്റ്റ്, ഇത്രയേ ഉള്ളൂ. ക്യാഷും ചെക്കും വഴി കിട്ടുന്ന റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് റെസിപ്റ്റ് വൗച്ചറിലാണ്. സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ച് ക്യാഷ് വഴിയും ചെക്ക് വഴിയും, മക്കളെ ശ്രദ്ധിച്ചിരുന്നാൽ ഇത് എളുപ്പമാണ് കേട്ടോ. അനുഭവേ, ക്യാഷ് വഴിയും ചെക്ക് വഴിയും കിട്ടുന്ന റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് റെസിപ്റ്റ് വൗച്ചറിലാണ്. എന്താണ് ഫങ്ഷണൽ കീ നോക്കിയേ, ഇതിന്റെ ഫങ്ഷൻ കീനെ പറയുന്ന പേരാണ്, ഫങ്ഷൻ കീനെ പറയുന്ന പേരാണ് എന്ത്, F4. സെറ്റ് ആണ് കൈവശി കാണിച്ച ക്ലിയർ ആണെങ്കിൽ ചോദിക്കൂട്ടോ. നെക്സ്റ്റ് പേയ്മെന്റ്, ക്യാഷ് വഴിയും ചെക്ക് വഴിയുമുള്ള പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറാണ് പേയ്മെന്റ് വൗച്ചർ. അതിന്റെ ഫങ്ഷണൽ കീ നോക്കാം, F5. സെറ്റ് ആണ് കൈവശി കാണിച്ച ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ക്യാഷ് ആയിക്കോട്ടെ ക്രെഡിറ്റ് ആയിക്കോട്ടെ സെയിൽ റെക്കോർഡ് ചെയ്യുന്നത് സെയിൽസ് വൗച്ചറിലാണ്, F6. സെറ്റ് ആണ് കൈവശി കാണിച്ച ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ആയിക്കോട്ടെ ക്രെഡിറ്റ് പർച്ചേസ് ആയിക്കോട്ടെ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? പർച്ചേസ്, F7ലാണ്. കോൺട്രാ ചിലപ്പോൾ തരും എന്താണ്, വിഡ്രോ ഫ്രം ബാങ്ക് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. ഇത് ഏത് ടൈപ്പ് വൗച്ചറാണെന്ന് ചോദിക്കും. സോ കോൺട്രാ എൻട്രീസ്, ബാങ്കും ക്യാഷും വരുന്ന എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത് കോൺട്രാ വൗച്ചറിലാണ്. എന്താണ്, F8 ആണ്. ഇത് കംപ്ലീറ്റ് പഠിച്ചാൽ അത്രയും നല്ലത്, ഇതെങ്കിലും പഠിച്ചിരിക്കുക. സെറ്റ് ആണ് കൈവശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് പഠിക്കുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ പർപ്പസും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ഇപ്പൊ സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ കസ്റ്റമേഴ്സ് റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ എന്താണ്, സപ്ലൈസ് റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ക്രെഡിറ്റ് നോട്ട് ആണെങ്കിൽ ഡിഡക്ഷൻസ് എമൗണ്ട് ഡ്യൂ ടു കസ്റ്റമേഴ്സിനുള്ള ഡിഡക്ഷൻസ്. അതുപോലെ ഡെബിറ്റ് നോട്ട് ആണെങ്കിൽ സപ്ലൈസിനുള്ള ഡിഡക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതേപോലെ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കാം, എന്താണ്, ജേണൽ ഉണ്ട്, ജേണൽ ഉണ്ട് കേട്ടോ. F9 ആണ് വരുന്നത് ജേണൽ. സെറ്റ് ആണ് കൈവശി കാണിച്ച ജേണൽ. ജേണൽ എന്താ യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ ചോദിക്കും അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്ന വൗച്ചർ ഏതാണ്, അത് ജേണൽ ആണ് മക്കളെ. സെറ്റ് ആണ് കൈവശി കാണിച്ച അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്ന വൗച്ചർ ഏതാണ്, അത് ജേണൽ ആണ്. സെറ്റ് ആണ് കൈവശി കാണിച്ച അതിന്റെ ഫങ്ഷണൽ കീ F9 കൂടി എഴുതി വെക്കുക. സെറ്റ് ആണ് കൈവശി കാണിച്ച ഓക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ് കൈവശി കാണിച്ച ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് അടുത്ത് നോക്കാം കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് എഡിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ചോദിക്കും എങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്കിലും ഓപ്പണിംഗ് സ്റ്റോക്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ആണ് കൈവശി കാണിച്ച ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, മാസ്റ്ററി പോകുക, എഡിറ്റ് അക്കൗണ്ട് കൊടുക്കുക, സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് അടിച്ചു കൊടുക്കുക. സെറ്റാണ് കൈവശി കാണിച്ച് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാസ്റ്ററി പോകുക, ക്രിയേറ്റ് അക്കൗണ്ടിന് പകരം എഡിറ്റ് അക്കൗണ്ട് കൊടുക്കുക, സെലക്ട് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് കൊടുക്കുക, ദെൻ എന്ത് കൊടുക്കുക, നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് അടിച്ചു കൊടുക്കുക. സെറ്റാണ് കൈവശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ വൗച്ചർ എൻട്രി ക്രിയേറ്റ് ചെയ്യുക, ട്രാൻസാക്ഷൻ എടുക്കുക, ജേണൽ എന്ന് പറഞ്ഞ വൗച്ചർ എടുക്കുക. ഏതാണ് എടുക്കേണ്ടത്, ജേണൽ എടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുമ്പോൾ ഡെബിറ്റ് ആസ്പെക്റ്റ് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കും ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആയിട്ട് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്ങും. ഇത് പ്രത്യേകം നോട്ട് ചെയ്യാൻ മാറിപ്പോകരുത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആദ്യം മാസ്റ്ററി പോകുന്നു, എന്ത് ചെയ്യണം, എഡിറ്റ് അക്കൗണ്ട് എടുക്കുന്നു, സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് അക്കൗണ്ട് എടുക്കുന്നു, ഓപ്പണിംഗ് ബാലൻസ് അടിച്ചു കൊടുക്കുന്നു. ദെൻ നമ്മൾ എന്തുണ്ടാക്കണം, വൗച്ചർ എൻട്രി ക്രിയേറ്റ് ചെയ്യണം. വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജേണൽ എടുക്കണ്ടേ കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും ആഡ് ചെയ്യാൻ എടുക്കുന്ന വൗച്ചർ ഏതാണ് മക്കളെ, ജേണൽ ആണ് കേട്ടോ. സെറ്റാണ് കൈവശി കാണിച്ചേ, ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും എൻട്രി ചെയ്യാൻ എടുക്കുന്ന വൗച്ചർ ജേണൽ ആണ്. ജേണൽ എടുക്കുക, ഡെബിറ്റ് ആസ്പെക്റ്റ് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്രെഡിറ്റ് ആയിട്ട് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് അടിച്ചു കൊടുക്കുക, എമൗണ്ട് ഒക്കെ അടിക്കുക, സേവ് അടിക്കുക. സെറ്റാണ് കൈവശി കാണിച്ചേ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? പ്രതീക്ഷിക്കുക. നെക്സ്റ്റ് അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ എൻട്രി ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ജേണൽ എടുക്കുക, വൗച്ചറിൽ എങ്ങനെയൊക്കെ എടുക്കുക, ഡെബിറ്റ് ആസ്പെക്റ്റ് ആയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുക്കുക, ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആയിട്ട്
പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കുക. സെറ്റാണ് കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. സെറ്റ് അല്ലേ? അപ്പോൾ ജേണലാണ് ക്ലോസിംഗ് സ്റ്റോക്കിനും ഓപ്പണിംഗ് സ്റ്റോക്കിനും വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വൗച്ചർ. സെറ്റാണ് കൈവശം കാണിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ എൻ്റർ ചെയ്യുന്നു, ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്ങനെ ചെയ്യുന്നു പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് സാർ അടുത്തത് മക്കളെ നെക്സ്റ്റ് ട്രയൽ ബാലൻസും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും കാണാനുള്ള സ്റ്റെപ്പ് ചോദിച്ചിട്ടുണ്ട്. ട്രയൽ ബാലൻസ് കാണാൻ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യാം, റിപ്പോർട്ടിൽ പോകാം. ഇതെല്ലാം റിപ്പോർട്ടിലാണ് കേട്ടോ. നോക്കിയേ, ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് കാണുന്നത് റിപ്പോർട്ടിലാണ്. സെറ്റാണ് കൈവശം കാണിച്ചത്. ലെഡ്ജർ അക്കൗണ്ട് ആയിക്കോട്ടെ, ട്രയൽ ബാലൻസ് ആയിക്കോട്ടെ, പ്രോഫിറ്റ് ലോസ് ആയിക്കോട്ടെ, നമ്മൾ കാണുന്നത് എവിടെയാണ്, റിപ്പോർട്ടിലാണ്. പക്ഷേ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രം കാണാൻ യൂസ് ചെയ്യുന്നുണ്ട് മക്കളെ, മാസ്റ്റർ ആണ് കേട്ടോ. സെറ്റാണ് കൈവശം കാണിച്ചത്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രം എന്ത് കാണുള്ളൂ, മാസ്റ്ററിലേ കാണുള്ളൂ. ഇത് നമ്മൾ എന്തിലാ കാണാം, റിപ്പോർട്ടിലാണ് കാണാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ലെഡ്ജർ കാണാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അതേ സെയിം പ്രൊസീജർ ഇവിടെയാണ്. ലെഡ്ജർ ആണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിപ്പോർട്ടിൽ പോകും, ലെഡ്ജർ എടുക്കും, ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് എടുക്കും. സെറ്റാണ് കൈവശം കാണിച്ചത് ഓക്കെ ആണെങ്കിൽ. അതേപോലെ ട്രയൽ ബാലൻസ് കാണാൻ വേണ്ടിയിട്ടും റിപ്പോർട്ടിൽ പോകാം, ട്രയൽ ബാലൻസ് എടുക്കുക, ഡേറ്റ് സെറ്റ് ചെയ്യുക, വ്യൂ അടിക്കുക. സെറ്റാണ് കൈവശം കാണിച്ചത് ഓക്കെ ആണെങ്കിൽ. അതേപോലെ പി ആൻഡ് അക്കൗണ്ട് കാണാനായിട്ടും റിപ്പോർട്ട് കൊടുക്കുക, പി ആൻഡ് അക്കൗണ്ട്, സെറ്റ് ഡേറ്റ്, വ്യൂ. സെറ്റാണ് കൈവശം കാണിച്ചത് ഓക്കെ ആണെങ്കിൽ. ഓരോ എഴുതി ഡെവലപ്പ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ റിപ്പോർട്ടിൽ പോകാം, ബാലൻസ് ഷീറ്റ് എടുക്കുക, ഡേറ്റ് സെറ്റ് ചെയ്യുക, വ്യൂ ചെയ്യുക. സെറ്റാണ് കൈവശം കാണിച്ചത് ഓക്കെ ആണെങ്കിൽ. ഓക്കെ അല്ലേ? യെസ്, ഇത് നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. നെക്സ്റ്റ് അടുത്തതാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, അതിന്റെ സ്റ്റെപ്പ് ചോദിക്കും കേട്ടോ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പ് ചോദിക്കും. യെസ്, നെക്സ്റ്റ് സാറേ മക്കളെ നോക്കിയേ, ആദ്യം ജിന്നു ഖാത്ത ഓപ്പൺ ചെയ്യുക, ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുക, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. ഇതിന്റെ സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം കേട്ടോ. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, മാസ്റ്ററിൽ പോയിട്ട് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അടിച്ചു കൊടുത്തിട്ട് ബാങ്കും സെലക്ട് ചെയ്യുക, പീരീഡും അടിച്ചു കൊടുക്കുക, ക്ലിയറൻസ് ഡേറ്റും സെറ്റ് ചെയ്യുക, വ്യൂ അടിക്കുക. സെറ്റാണ് കൈവശം കാണിച്ചത് ഓക്കെ ആണെങ്കിൽ. ഓക്കെ അല്ലേ പറഞ്ഞത്, ക്ലിയർ അല്ലേ? ഈ സ്റ്റെപ്പ് കൃത്യമായിട്ട് പഠിക്കുക. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത്. സെറ്റാണ് കൈവശം കാണിച്ചത് ഓക്കെ ആണെങ്കിൽ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മക്കളെ അടുത്ത് നോക്കിയേ, അടുത്ത് ചോദിക്കും നമുക്ക് ഇതേപോലെ കുറച്ച് ട്രാൻസാക്ഷൻ തരും. അതായത് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, കമ്മീഷൻ റിസീവ്ഡ്, ഇങ്ങനെ കുറച്ച് ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചോദിക്കും, നമ്മൾ അതിന്റെ അക്കൗണ്ടും ഗ്രൂപ്പും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ വൗച്ചറും ഐഡന്റിഫൈ ചെയ്യാൻ പറയും കേട്ടോ. സെറ്റാണ് കൈവശം കാണിച്ച് കുറച്ച് ട്രാൻസാക്ഷൻസ് തരും. അതേപോലെ എന്താണ്, അക്കൗണ്ട് എഴുതാൻ പറയും, ഗ്രൂപ്പ് എഴുതാൻ പറയും, സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സബ് ഗ്രൂപ്പ്, വൗച്ചറും എൻ്റർ ചെയ്യാൻ പറയും കേട്ടോ. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ജസ്റ്റ് 3 പഠിച്ചു വെക്കുക. സെയിൽസിന്റെ പഠിക്കുക, പർച്ചേസിന്റെ പഠിക്കുക, ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് പഠിക്കുക, കോൺട്രഡേയും സെയിൽസിന്റെ പർച്ചേസിന്റെ ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. സെറ്റാണ് കൈവശം കാണിച്ചേ. കോൺട്രഡ് എന്താ വരാ നോക്കിയേ, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അക്കൗണ്ട് എന്തൊക്കെ വരാ, ബാങ്ക് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ഏതൊക്കെ ഗ്രൂപ്പ് വരാ, രണ്ടും കറണ്ട് അസറ്റ് ആണ്. സെറ്റാണ് കൈവശം കാണിച്ചേ ഓക്കെ ആണെങ്കിൽ. സബ് ഗ്രൂപ്പ് ഒരെണ്ണം ബാങ്കും വരും, ഒരെണ്ണം ക്യാഷും വരും. വൗച്ചർ കോൺട്രയാണ്. ഫങ്ഷണൽ കീ എന്താണ്, F8 ആണ്. സെറ്റാണ് കൈവശം കാണിച്ചേ ഓക്കെ ആണെങ്കിൽ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ചോദിക്കാറ് പഠിച്ചു കേട്ടോ. അടുത്തതാണ് കമ്മീഷൻ റിസീവ്ഡ്. റെസിപ്റ്റ് ആണ്, ക്യാഷ് ആണ്, കമ്മീഷൻ റിസീവ്ഡ് വരുന്നു. കറണ്ട് അക്കൗണ്ട് അതെന്താ വരാ, ഇൻഡയറക്റ്റ് ഇൻകം ആയിരിക്കും വരാം. കാരണം എന്താണ്, പി ആൻഡ് അക്കൗണ്ട് ആയിട്ടാണല്ലേ കമ്മീഷൻ. സെറ്റാണ് കൈവശം കാണിച്ചേ ഓക്കെ ആണെങ്കിൽ. റെസിപ്റ്റിൽ വരും, അതേപോലെ എന്താണ് F4 വരും. സെറ്റാണ് കൈവശം കാണിച്ചേ. അതേപോലെ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് കോൺട്രയാണ്. പർച്ചേസ് നോക്കാം. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് വരും. പർച്ചേസ് ആകുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് വരും, ക്യാഷ് ആകുമ്പോൾ കറണ്ട് അസറ്റ് വരും. പർച്ചേസ് ആണ് നമ്മുടെ വൗച്ചർ വരാ, F7 വരും. സെറ്റാണ് കൈവശം കാണിച്ചേ. അതേപോലെ സോൾഡ് ടു ഗുഡ്സ് ടു ആദി. മക്കളെ ക്രെഡിറ്റ് സെയിലും ക്യാഷ് സെയിലും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെപ്റ്ററും ക്യാഷും പ്രത്യേകം അനലൈസ് ചെയ്യാട്ടോ. സെറ്റാണ് കൈവശം കാണിച്ചേ. സോൾഡ് ടു ആദ്യം എന്ന് പറയുമ്പോൾ എന്താ വരാ, ആദ്യ അക്കൗണ്ട് ടു സെയിൽസ്. ആദ്യം ഏതാ വരാ, ആദ്യ ഡെപ്റ്റർ ആണ്, കറണ്ട് സെറ്റിലേക്ക് പോകും, സൺഡേ ഡെപ്റ്ററിൽ വരും കേട്ടോ. സെറ്റാണ് കൈവശം കാണിച്ചേ ഓക്കെ ആണെങ്കിൽ. ഇനി സെയിൽസ് എവിടെ വരാ, സെയിൽസ് എവിടെ, സെയിൽസിലാ വരാ ഗ്രൂപ്പ്, സെയിൽസ് എവിടെ വരാ, ഡയറക്റ്റ് എക്സ്പെൻസിലാ വരാ. സെറ്റാണ് കൈവശം കാണിച്ചേ ഓക്കെ ആണ്, ക്ലിയർ അല്ലേ? അപ്പൊ ഇതും കൂടി നിങ്ങളൊന്ന് 3 പഠിച്ചേക്കാം. ഏത് പഠിക്കേണ്ടത്, പർച്ചേസിന്റെ പഠിക്കുക, സെയിൽസിന്റെ പഠിക്കുക, അതേപോലെ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്കും വിഡ്രോ ഫ്രം ബാങ്കും പഠിക്കുക, റെസിപ്റ്റും പേയ്മെന്റും പഠിക്കുക. സെറ്റാണ് കൈവശം കാണിച്ചേ. ഈ 5 ഏതൊക്കെയാ പറഞ്ഞത് നമുക്ക് നോട്ട് ചെയ്യാം കേട്ടോ. പർച്ചേസ്, സെയില്, റെസിപ്റ്റ്, പേയ്മെന്റ്, കോൺട്ര. ഈ 5 ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അക്കൗണ്ട് എഴുതാനും ഗ്രൂപ്പ് എഴുതാനും സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സബ് ഗ്രൂപ്പ് എഴുതാനും വൗച്ചറും പഠിച്ചു വെക്കാം കേട്ടോ. സെറ്റാണ് കൈവശം കാണിച്ചേ ഓക്കെ ആണെങ്കിൽ. സെയിൽസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സെയിൽസ് എന്ന് കണ്ടാൽ ഡയറക്റ്റ് എന്താണ്
സെയിൽസ് ഡയറക്റ്റ് ഇൻകം ആണ് കേട്ടോ. സെറ്റ് ആണ് കൈവശി കാണിച്ച്. പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്ലിയർ ആണ് കൈവശി കാണിച്ച മക്കളെ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ പറഞ്ഞത്? ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതും എക്സാമിന് 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും മക്കളെ കൈവശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ സെറ്റ് അല്ലേ സാറ്? നെക്സ്റ്റ് പേപ്പർ സാറ് നെക്സ്റ്റ് ആണ് മറ്റേ കാണിക്കണ രണ്ടാമത്തെ കാണിക്കണ വരും. ഇതല്ല, അതിന് മുന്നത്തെ ഒരു സ്ലൈഡ് കൂടി ഉണ്ടാകില്ലേ? രണ്ടാമത്തെ പ്രസന്റേഷൻ ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ടത് രണ്ടാമത്തത്. സ്പ്രെഡ്ഷീറ്റ് എടുക്കണം. അതല്ല സ്പ്രെഡ്ഷീറ്റ് അതന്നെ രണ്ടല്ലേ അത്? യെസ് മക്കളെ, ഇനി സ്പ്രെഡ്ഷീറ്റ് ശ്രദ്ധിക്കുക കേട്ടോ. സ്പ്രെഡ്ഷീറ്റ് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാണ്. സ്പ്രെഡ്ഷീറ്റ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം കേട്ടോ. മാക്സിമം വേഗം ക്ലാസ് അവസാനിപ്പിക്കാം. അത് നമുക്ക് പഠിക്കാനുള്ള ടൈം കിട്ടും കേട്ടോ. ആദ്യം എന്താണ് ലിബറൽ ഓഫീസ് കാൽക്ക് എന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഡാറ്റാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ, മാനേജ് ചെയ്യാൻ, ഗ്രാഫുകളിൽ പ്രസന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ലിബറൽ ഓഫീസ് കാൽക്ക് ഉപയോഗിക്കാം. സെറ്റ് ആണ് കൈവശി കാണിച്ചത്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഡാറ്റാസ് കാൽക്കുലേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക. സെറ്റ് ആണ് കൈവശി കാണിച്ചത്. ഗ്രാഫൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ഇനി അതിന്റെ ഫീച്ചേഴ്സ് നോക്കി 2-3 ഫീച്ചേഴ്സ് നോക്കി വെക്കുക. ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ചോദിക്കുക. ഇഫ് ഫംഗ്ഷൻസിലെ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടുള്ള അങ്ങനത്തെ വാട്ട് ഇഫ് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡാറ്റാബേസ്, ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡാറ്റാസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ചാർട്ടുകൾ ഉൾപ്പെടുത്താൻ പറ്റും. സെറ്റാണ് കൈവശി കാണിച്ചത്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് എഴുതി വെച്ചാൽ മതി കേട്ടോ. എന്തൊക്കെ നിങ്ങൾ ചെയ്യും അത് എഴുതി വെക്കുക. ദെൻ അതിന്റെ കമ്പോണൻസിൽ കൂടുതൽ ചോദിച്ചേക്കുന്നത് സെല്ലും റേഞ്ചുമാണ് കേട്ടോ. സെറ്റാണ് കൈവശി കാണിച്ചത്. എന്താണ് റേഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെല്ല്. സെറ്റാണ് കൈവശി കാണിച്ചത്. ഗ്രൂപ്പ് ഓഫ് സെല്ലിനെയാണ് റേഞ്ച് എന്ന് പറയാ. ഇനി എന്താണ് സെല്ല്? റോയും കോളം കൂടിയും ചേർന്നാൽ അത് സെല്ലാണ്. സെറ്റാണ് കൈവശി കാണിച്ചത്. റോയും കോളവും ചേർന്നാൽ അത് സെല്ലാണ്. ക്ലിയർ അല്ലേ മക്കളെ? സെല്ല് എന്താണെന്ന് പഠിക്കുക, റേഞ്ച് എന്താണെന്ന് പഠിക്കുക. സെറ്റാണ് കൈവശി കാണിച്ചത്. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തത് സാറേ, അത് വേണ്ട. നെക്സ്റ്റ് ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുക. ടൈപ്പ് ഓഫ് ഡാറ്റ. നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ എത്ര ടൈപ്പ് ഡാറ്റ യൂസ് ചെയ്യും? വാല്യൂ യൂസ് ചെയ്യും, ലേബൽ യൂസ് ചെയ്യും, ഫോർമുല യൂസ് ചെയ്യും. സെറ്റാണ് കൈവശി കാണിച്ചേ. വാല്യൂ, ലേബൽ, ഫോർമുല. ക്ലിയർ അല്ലേ? എന്താണ് വാല്യൂ എന്ന് പറയുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂമറിക്കൽ ഡാറ്റനെയാണ് വാല്യൂ എന്ന് പറയാ. ന്യൂമറിക്കൽ ഡാറ്റ ആകുമ്പോൾ അതിന്റെ സൈൻസ് പ്ലസ്, മൈനസ്, ഡെസിമൽ, കോമ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. സെറ്റാണ് കൈവശി കാണിച്ച. എക്സാമ്പിൾ നോക്കിയേ, ഏജ് ഓഫ് എംപ്ലോയി, സാലറി ഓഫ് എംപ്ലോയി ഒക്കെ എന്താണ്? വാല്യൂ ആണ്. സെറ്റാണ് കൈവശി കാണിച്ചേ. ന്യൂമറിക്കൽ ഡാറ്റനെ പറയുന്ന പേരാണ് വാല്യൂ. എന്താണ്? ന്യൂമറിക്കൽ ഡാറ്റയാണ് വാല്യൂ. അപ്പൊ വാല്യൂ നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ യൂസ് ചെയ്യും. അതേപോലെ ലേബൽ എന്താണ് മക്കളെ? ടെക്സ്റ്റ് ഡാറ്റ. എംപ്ലോയിയുടെ പേര് അടിച്ചു കൊടുക്കൂലേ? അതേപോലെ എംപ്ലോയിയുടെ ഡീറ്റെയിൽഡ് സിഗ്നേച്ചർ അടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഡീറ്റെയിൽസിനാണ് എന്ത് പറയാ? ലേബൽ എന്ന് പറയാ. സെറ്റ് ആണ് കൈവശി കാണിച്ച്. ടെക്സ്റ്റ് ഡാറ്റ എന്ത് പറയാ? ലേബൽസ് എന്ന് പറയാ. പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇതേപോലെ സമ്മിന്റെ ഫംഗ്ഷൻസ് യൂസ് ചെയ്യും, സം ഇഫ് യൂസ് ചെയ്യും, കൗണ്ട് യൂസ് ചെയ്യും. അതിനെയാണ് എന്ത് പറയാ? ഫോർമുല എന്ന് പറയാ. സെറ്റാണ് കൈവശി കാണിച്ച്. ഇത് ഫോർമുലയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ടൈപ്സ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 ഉള്ളൂ. വാല്യൂ, ലേബല്, ഫോർമുല. ഇപ്പൊ തന്നെ പഠിച്ചേ, വേഗം പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്തത് മക്കളെ, കമ്പോണൻസ് ഓഫ് ഫോർമുല, സെൽ റെഫറൻസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഫങ്ഷൻസ്. ഇതിൽ സെൽ റെഫറൻസിൽ നിങ്ങൾ 3 റെഫറൻസ് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് സെൽ റെഫറൻസ് നോക്കാം കേട്ടോ. എന്താണ് സെൽ റെഫറൻസ്? ഐഡന്റിഫയർ ഓഫ് എ ലൊക്കേഷൻ. അതായത് ഒരു സെല്ല് ഐഡന്റിഫൈ ചെയ്യുന്ന പറഞ്ഞ പേരാണ് സെൽ റെഫറൻസ് അല്ലേ? സെറ്റാണ് കൈവശി കാണിച്ച്. ഒരു സെല്ല് ഐഡന്റിഫൈ ചെയ്യുന്ന എന്ത് ഉപയോഗിക്കാം? സെൽ റെഫറൻസ് ഉപയോഗിക്കാം കേട്ടോ. ഫസ്റ്റ് പറയുന്നത് റിലേറ്റീവ് സെൽ റെഫറൻസ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് 1 വേർഡ് ആയിട്ടായിരിക്കും കേട്ടോ. അതായത് ഒരു നമ്മൾ ഇക്വേഷൻ കോപ്പി ചെയ്യുമ്പോൾ കോപ്പി ചെയ്യുന്ന റോയ്ക്കോ കോളത്തിനനുസരിച്ച് ഇക്വേഷന്റെ സെൽ റെഫറൻസ് ചേഞ്ച് ചെയ്താൽ അത് റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ്. സെറ്റാണ് കൈവശി കാണിച്ചേ. ഇക്വേഷന്റെ എന്താണ് ഇതനുസരിച്ച് നമ്മൾ മാറി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സെല്ലിൽ കിടക്കുന്നത് ഓക്കെ A1 + B1. അടുത്തേക്ക് പോകുമ്പോൾ സംഭവിക്കും A2 + B2. അടുത്തേക്ക് സംഭവിക്കും
A3 പ്ലസ് B3. ഡ്രാഗ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്താണ് മക്കളെ? റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ്. സെറ്റ് ആണ് കൈവശി കാണിച്ചേ. നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ചേഞ്ച് ഫോർമുല ചേഞ്ചിങ് ആണെങ്കിൽ അത് റിലേറ്റീവ് സെൽ റെഫറൻസ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. നമ്മൾ ഫോർമുല കോപ്പി ചെയ്യുമ്പോൾ പുതിയ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ വർക്ക്ഷീറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ സെൽ റെഫറൻസിന്റെ ഫോർമുല ചേഞ്ചിങ് ആണെങ്കിൽ അത് റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ്. സെറ്റ് ആണ് കൈവശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ വൺ വേർഡ് ഇങ്ങനെ തന്നെ ചോദിക്കും. അതേപോലെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എഴുതാനും പഠിക്കുക, അത് എന്തിനാണെന്ന് പഠിക്കുക. നോക്കിയേ, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുമ്പോൾ പുതിയ ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ എന്താണ് സംഭവം? അത് ചേഞ്ച് ആവില്ല. സെറ്റാണോ? പുതിയ ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ നമ്മുടെ സെൽ റെഫറൻസ് മാറുന്നില്ലെങ്കിൽ അത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ്. അതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? അതിനുവേണ്ടി നമ്മൾ ഡോളർ സൈൻ യൂസ് ചെയ്യും. സെറ്റാണ് കൈവശിക്കാൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കാം, ചോദിക്കൂടാ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. ഇത് എന്താന്ന് ചോദിച്ചാൽ എന്താണ്? ഇത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ്. ഒരു സെൽ നമ്പറിന് മുൻപ് എന്തുണ്ട്? ഡോളർ സൈൻ ഉണ്ടെങ്കിൽ, അതായത് റോ, ഇതെന്താണ്? ഇത് റോ ആണല്ലേ, ഇത് കോളാണ് അല്ലെ. അപ്പൊ ഈ റോയ്ക്കും കോളത്തിന് മുൻപായിട്ട് എന്തുണ്ട്? ഈ ഡോളർ സൈൻ ഉണ്ടെങ്കിൽ എന്താണ് മക്കളെ? അത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ്. സെറ്റാണ് കൈവശിക്കാൻ. റോയ്ക്കും കോളത്തിന് മുൻപായിട്ട് ഒരു സെൽ നമ്പറില് സെല്ലിന്റെ നെയിമിൽ എന്താണ്? ഡോളർ സൈൻ ഉണ്ടെങ്കിൽ അത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ്. സെറ്റാണ് കൈവശിക്കാൻ. ഞാൻ രണ്ട് സ്ഥലത്തും ഡോളർ സൈൻ ഉണ്ട് കേട്ടോ. സെറ്റ് ആണോ? ക്ലിയർ ആണോ? രണ്ട് സ്ഥലത്തും അല്ലെ. ഓക്കെ, കോളം ആണ് എ, റോ ആണ് 1 അല്ലെ. സെറ്റാണ് കൈവശിക്കാൻ. അപ്പൊ കോളം എ ആണ്, റോ 1 ആണ്. ഞാൻ ഈ കോളത്തിന്റെ മുൻപിലും ഡോളർ സൈൻ ഇട്ടിട്ടുണ്ട്, അതേപോലെ റോയുടെ മുൻപിലും ഡോളർ സൈൻ ഇട്ടിട്ടുണ്ട്. സെറ്റാണ് കൈവശിക്കാൻ. ഓക്കെ ആണെങ്കിൽ അപ്പൊ രണ്ട് സെൽ നമ്പറിന്റെ കോളത്തിന്റെ മുൻപിലും റോയുടെ മുൻപിലും ഡോളർ സൈൻ ഇട്ടാൽ അത് എന്താണ്? അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ്. സെറ്റാണ് കൈവശിക്കാൻ. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിന്റെ പ്രത്യേകത നമ്മുടെ ഇക്വേഷൻ അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി മിക്സഡ് സെൽ റെഫറൻസ് അത് ഇങ്ങനെയാ വരാട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒന്നില്ലെങ്കിൽ കോളത്തിന് മുമ്പിലായിരിക്കും ഡോളർ, അല്ലെങ്കിൽ റോയുടെ മുമ്പിലായിരിക്കും. ഇവിടെ രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാവില്ല കേട്ടോ. സെറ്റാണ് കൈവശി കാണിച്ചേ. രണ്ടും കൂടിയും ഒരുമിച്ച് ഉണ്ടാവില്ല. സെറ്റാണ് കൈവശി കാണിച്ചേ. ക്ലിയർ ആണോ? ഇതിന്റെ യഥാർത്ഥം എന്നാണ് രണ്ടും കൂടിയും ഒരുമിച്ച് ഉണ്ടാകില്ല. ഒരെണ്ണം ഫിക്സഡ് ആയിരിക്കും, ഒരെണ്ണം ചേഞ്ചിങ് ആയിരിക്കും. ഇവിടെ ഏതായിരിക്കും ഫിക്സഡ്? ഇവിടെ എപ്പോഴും ബി ഫിക്സഡ് ആയിരിക്കും. കാരണം എന്താണ്? ബിക്ക് മുന്നിലാണ് ഡോളർ. സെറ്റാണ് കൈവശി കാണിച്ചത്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ഇക്വേഷൻ ആദ്യത്തെ കോളത്തിൽ B4 വരും, രണ്ടാമത്തെ കോളത്തിൽ B5 വരും, മൂന്നാമത്തെ കോളത്തിൽ B6 വരും. സെറ്റാണ് കൈവശി കാണിച്ചേ. ഇവിടെ ബി ആണ് സ്ഥിരമായിട്ട് നിൽക്കുക. എന്താണ്? റോസ് ചേഞ്ചിങ് ആണ് കേട്ടോ. കോളം ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കും, റോസ് ചേഞ്ചിങ് ആണ്. സെറ്റാണ് കൈവശി കാണിച്ചേ. അപ്പൊ ഇവിടെ ഒരെണ്ണം ഫിക്സഡും ഒരെണ്ണം ചേഞ്ചിങ്ങും ആണ്. അപ്പൊ അതെന്താണ്? അത് മിക്സഡ് സെൽ റെഫറൻസ് ആണ്. അതായത് റിലേറ്റീവും അബ്സല്യൂട്ടും കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മിക്സഡ് സെൽ റെഫറൻസ് കിട്ടും. സെറ്റാണ് കൈവശി കാണിച്ചേ. റിലേറ്റീവും അബ്സല്യൂട്ടും ചേരുമ്പോൾ മിക്സഡ് സെൽ റെഫറൻസ് കിട്ടും. കറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ നോട്ട് ചെയ്യുക. ഒരൊറ്റ ഡോളർ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ മിക്സഡ് സെൽ റെഫറൻസ് ആണ്. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതെന്താണ്? അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ്. ഇതൊന്നുമില്ലെങ്കിൽ റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ്. സെറ്റാണ് കൈവശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് എക്സാമ്പിൾ പഠിക്കുക, എഴുതാൻ ചോദിക്കൂടാ. ഈ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കാട്ടോ മക്കളെ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് അടുത്തതാണ്. നെക്സ്റ്റ് മക്കളെ കുറച്ച് ഫംഗ്ഷൻസ് പറയും. ആ ഫംഗ്ഷൻസ് നോട്ടെ. നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്, ലോജിക്കൽ ഫംഗ്ഷൻസ് നോട്ട് ചെയ്യുക. അതുപോലെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, ടെക്സ്റ്റ് ഫംഗ്ഷൻസ്, സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻസ്, ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ്. യെസ്. ബ്രേക്ക് സ്ഥലം വിട്ടത്. മക്കളെ നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസിൽ നെക്സ്റ്റ് ആദ്യം പറയാൻ പോകുന്നത് ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസ് ആണ്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസിൽ നൗവും ടുഡേയും കൃത്യമായിട്ടും പഠിക്കുക. നൗ ടുഡേ വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്, നൗ ടുഡേ ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, മോസ്റ്റ് കോമൺ യൂസ്ഡ് ഡേറ്റ് ഫംഗ്ഷൻസ് ആണ് നൗ ടുഡേ, ഇയർ, മന്ത്. കമ്പ്യൂട്ടർ സിസ്റ്റം നോക്കണ്ട, കറണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റം ഡേറ്റ്. ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഡേറ്റ് മാത്രം കാണിക്കാൻ വേണ്ടി, ഡേറ്റ് മാത്രത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്
ടുഡേ ഫംഗ്ഷൻ. സിൻടാക്സ് പഠിക്കാം. സെറ്റാണ് കൈവശി കാണിച്ച്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കോളൂ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ കറണ്ട് ഡേറ്റ് മാത്രം കാണിക്കാൻ ടുഡേ. സെറ്റാണ് കൈവശി കാണിച്ച ഡേറ്റ് മാത്രം ടുഡേ. ഇനി ഡേറ്റും ടൈമും കൂടി കാണിക്കാൻ നൗ. സെറ്റാണ് കൈവശി കാണിച്ചേ. ഡേറ്റും ടൈമും കൂടി കാണിക്കാൻ നൗ. ക്ലിയർ ആണ് കൈവശി കാണിച്ചേ. ഓക്കെ ആണ്, ഓക്കെ അല്ലേ? ഇത് രണ്ടും മസ്റ്റ് സ്റ്റഡി ആണ് കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇയർ ആണെങ്കിൽ ഇയർ കാണിക്കാൻ വേണ്ടി ഇയർ ഫംഗ്ഷൻ ഉപയോഗിക്കാം. മന്ത് ആണെങ്കിൽ മന്ത് ഉപയോഗിക്കാം. സെറ്റ് അല്ലേ? ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പഠിക്കാം. സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ ആണ് കൈവശി കാണിച്ചേ. ഡേറ്റ് മാത്രം കാണിക്കാൻ ടുഡേ, ഡേറ്റും ടൈമും നൗ ആണ്. സെറ്റ് ആണ് കൈവശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് അടുത്ത് നോക്കാം കേട്ടോ. ഇത് എന്ത് ഫംഗ്ഷൻ ആയിരുന്നു? അത് ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ ആണ് കേട്ടോ. യെസ്. നെക്സ്റ്റ് ഇത് ജസ്റ്റ് നോക്കിയിട്ടാൽ മതി. അടുത്തടുത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ക്ലിയർ ആയിട്ട് പഠിക്കുക. 4ഉം പഠിക്കണം, 4ഉം മാറ്റമായിട്ട് ചോദിക്കൂട്ടാ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ കൗണ്ട് ഫംഗ്ഷൻസ് ആണ്. എന്ത് ഫംഗ്ഷൻസ് ആണ്? കൗണ്ട് ഫംഗ്ഷൻസ്. ഏതൊക്കെയാ ഉള്ളത്? കൗണ്ട് ഉണ്ട്, കൗണ്ട് എ ഉണ്ട്, കൗണ്ട് ബ്ലാങ്ക് ഉണ്ട്, കൗണ്ട് ഇഫ് ഉണ്ട്. ഇതിന്റെ ഒക്കെ ഫംഗ്ഷന്റെ ഒക്കെ ഈ എന്താണ് ഇത് പഠിക്കാട്ടെ. നോക്കിയേ, ദ ഫംഗ്ഷൻ കൗണ്ട് നമ്പർ ഓഫ് സെൽസ് ഇൻ എ റേഞ്ച് കണ്ടെയ്ൻ എനി നമ്പർ. നമ്പേഴ്സ് ഉള്ള ഒരു റേഞ്ചിലെ എന്താണ് സെൽസ് കൗണ്ട് ആണ് ഉപയോഗിക്കുന്നതാണ് കൗണ്ട്. സെറ്റാണ് കൈവശി കാണിച്ച്. ഒരു റേഞ്ചിലെ എന്താണ് സെല്ലുകളിൽ എത്ര എണ്ണത്തില് നമ്പർ ഉണ്ട്, അപ്പൊ ആ സെല്ലുകൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കും? കൗണ്ട് യൂസ് ചെയ്യും. സെറ്റാണ് കൈവശി കാണിച്ച്. സോ നമ്പർ കൗണ്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുക? കൗണ്ട് യൂസ് ചെയ്യുക. സെറ്റാണ് കൈവശി കാണിച്ച്. ഒരു റേഞ്ചിലെ സെല്ലുകളിൽ എത്ര എണ്ണത്തിൽ നമ്പർ ഇട്ടെന്ന് കൗണ്ട് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കൗണ്ട് യൂസ് ചെയ്യുക. കൗണ്ട് ആണ് കൗണ്ട് റേഞ്ച്. അതിന്റെ ഇത് നോക്കാം കേട്ടോ. സിൻടാക്സ് നോക്കാം. നെക്സ്റ്റ് കണ്ടെയ്നിങ് എനി വാല്യൂ ഇൻക്ലൂഡിങ് ടെസ്റ്റ്. നമ്മൾ എടുത്തേക്കുന്ന റേഞ്ചിലെ സെല്ലുകളില് എത്ര എണ്ണത്തിൽ എന്തെങ്കിലും ഒരു വാല്യൂ മീൻസ് ടെസ്റ്റ് ആയിക്കോട്ടെ നമ്പർ ആയിക്കോട്ടെ, അപ്പൊ എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ളത് കണ്ടിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുക? കൗണ്ട് എ യൂസ് ചെയ്യുക. നമ്പർ ആണെങ്കിൽ കൗണ്ട്, എന്തെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ കൗണ്ട് എ. സെറ്റ് ആണ് കൈവശി കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഇനി നമ്മൾ എടുത്തേക്കുന്ന റേഞ്ചിൽ എത്ര എം ടി സെല്ലുണ്ട് അത് കണ്ടുപിടിക്കാൻ എന്ത് യൂസ് ചെയ്യുക? കൗണ്ട് ബ്ലാങ്ക് യൂസ് ചെയ്യാം. സെറ്റ് ആണ് കൈവശി കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്താണ്? ഐബിന്റെ മമ്മി അയച്ചുതരാം കേട്ടോ. ഐബിന്റെ മമ്മി അയച്ചുതരാം കേട്ടോ. ക്ലിയർ അല്ലേ? നോൺ വരെ അയച്ചുതരാം. ഓക്കെ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. കൗണ്ട് ഇഫ്. കൗണ്ട് ഇഫ് നോക്കേ. നെക്സ്റ്റ് അതിനെ അതന്നെ കൗണ്ട് ഇഫ് നോക്കിയാൽ മക്കളെ, നമ്മൾ എന്തെങ്കിലും ക്രൈറ്റീരിയ അത് ഇതിനെ അയക്കാൻ പറ്റും സാർ ഇപ്പൊ തന്നെ ചാറ്റിലേക്ക്. അയക്കാൻ പറ്റുമല്ലോ. യെസ്, ഐ ബി ക്ലാസ്സിൽ സാർ അത് അയച്ചു തരും കേട്ടോ. യെസ്, നോക്കിയേ. കൗണ്ട് ഇഫ് നോക്കാം കേട്ടോ. എന്താണ് കൗണ്ട് ഇഫ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷനിൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രൈറ്റീരിയ അനുസരിച്ച് ആ നമ്പർ ഓഫ് സെല്ല് നമ്മൾ കൗണ്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയാ? കൗണ്ട് ഇഫ്. അതായത് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ പറഞ്ഞിട്ട് ആ ക്രൈറ്റീരിയ ഉൾപ്പെടുന്ന സെല്ലുകൾ കൗണ്ട് ചെയ്യുന്നതിനാണ് കൗണ്ട് ഇഫ് യൂസ് ചെയ്യുക. അപ്പൊ ക്രൈറ്റീരിയ എന്ന് കണ്ടാൽ നിങ്ങൾ അപ്പൊ ഉറപ്പിക്കണം കൗണ്ട് ഇഫ് ആണ്. സെറ്റാണ് കൈവശി കാണിച്ച്. ക്രൈറ്റീരിയ ഓർ കണ്ടീഷൻ എന്ന് പറയാം കേട്ടോ. ബ്ലാങ്ക് അതായത് എം ടി കൗണ്ട് ചെയ്യാനായിട്ട് ബ്ലാങ്ക് ആണ്. അതേപോലെ എന്തെങ്കിലും വാല്യൂ കൗണ്ട് ചെയ്യാനായിട്ട് കൗണ്ട് എ ആണ്. നമ്പർ കൗണ്ട് ചെയ്യാൻ കൗണ്ട് ആണ്. അതേപോലെ ക്രൈറ്റീരിയോ കണ്ടീഷനോ കൗണ്ട് ചെയ്യാൻ കൗണ്ട് ഇഫ് ആണ്. സെറ്റ് ആണ് കൈവശി കാണിച്ച. ഓക്കെ ആണെങ്കിൽ ഇത് മൊത്തമായിട്ട് പഠിച്ചോളാം കേട്ടോ. സെറ്റ് അല്ലേ? നെക്സ്റ്റ് കാണിച്ചോ. അടുത്ത് സ്റ്റാറ്റിസ്റ്റിക്കലും മാത്തമാറ്റിക്കലും സെയിം അല്ല. സ്റ്റാറ്റിസ്റ്റിക്കലും മാത്തമാറ്റിക്കലും സെയിം ആണ്. ഓക്കെ. അടുത്ത ലോജിക്കൽ. ലോജിക്കൽ എന്ന് പറയുമ്പോൾ 2 ഫംഗ്ഷൻ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലോജിക്കൽ 2 ഫംഗ്ഷൻ ഉണ്ട്. ഇഫ് ഫംഗ്ഷനും നെക്സ്റ്റ് ഇഫ് നിങ്ങൾ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് ഉണ്ടാവുമല്ലോ. നോക്കാം. ട്രൂ ഓർ ഫോൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇഫ് ആണ്. തെറ്റാണ് കൈവശി കാണിച്ചേ. ട്രൂ ഓർ ഫോൾസ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ഉപയോഗിക്കും ഇഫ് യൂസ് ചെയ്യും. സെറ്റാണ് കൈവശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഇനി 2 കണ്ടീഷൻ ആണ് അല്ലെ? ഇപ്പൊ അമൽ സാറിന് 35 വയസ്സായി അല്ലെങ്കിൽ അമൽ സാറിന് 40 വയസ്സായി. ഏതാണ് കണ്ടീഷൻ കറക്റ്റ് അല്ലെ? അപ്പൊ 2 കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കേണ്ടത് നെസ്റ്റഡ് ഇഫ് ആണ്. സെറ്റാണ് കൈവശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? കണ്ടീഷൻ സെഷൻ ഉപയോഗിക്കുക, നെസ്റ്റഡ് ഇഫ് ഉപയോഗിക്കുക. അതേപോലെ ട്രൂ ഓർ ഫോൾസ് ആണെങ്കിൽ വെറും ഇഫ് ആണ്. മക്കളെ ക്ലിയർ ആണ് കൈവശി കാണിച്ചേ. 1 വേർഡ് ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ആൻഡ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതേപോലെ ഔട്ട്പുട്ടിന്റെ ട്രൂ ഓർ ഫോൾസ് കമ്പയർ ചെയ്യാൻ ആൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. 2 എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്യാനായിട്ട് ഓർ യൂസ് ചെയ്യുക. ഇത് പഠിച്ചതും കുഴപ്പമില്ല. ഇഫും നെസ്റ്റഡ് ഇഫും പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്തത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനും ക്ലിയർ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കാം. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. നമ്മൾ നമ്പർ റൗണ്ട് ഉപയോഗിക്കുമല്ലോ. അതേപോലെ എന്താണ്? സമ്മും സമ്മിഫും മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് കേട്ടോ. 3 മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉള്ളൂ.
റൗണ്ട് അല്ല കേട്ടാ, റൗണ്ടും എന്നിട്ടാണ് സമ്മും സമ്മിഫും. സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ സം എന്തിനാ യൂസ് ചെയ്യുന്നത്? സം തന്നേക്കുന്ന നമ്പേഴ്സിന്റെ ടോട്ടൽ കാണാൻ സം യൂസ് ചെയ്യും. ഇത് ഫംഗ്ഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ക്രൈറ്റീരിയ വെച്ച് സമ്മാണ് യൂസ് ചെയ്യുക, സമ്മിഫ് യൂസ് ചെയ്യുക. സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? യെസ് മക്കളെ, അപ്പൊ ഇതിന് 3 പഠിച്ചു വെക്കാം. റൗണ്ടും സമ്മും സമ്മിഫും ആണ് എന്തിൽ പെടാ? മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ പെടാ. സ്റ്റാറ്റിസ്റ്റിക്കലും മാത്തമാറ്റിക്കലും രണ്ടും ഡിഫറെന്റ് ആണ്. സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇനി ഇതില് കോൺഗനേറ്റ് കൃത്യമായിട്ട് പഠിക്കാം കേട്ടാ. എന്തിനാ കോൺഗനേറ്റ് യൂസ് ചെയ്യുക? വിളിച്ചേ മക്കളെ, എന്തിനാണ് കോൺഗനേറ്റ് യൂസ് ചെയ്യുക? എത്ര പേര് ചെയ്തു ഇത്? ശ്രീഷ്മ പറയോളാ. ശ്രീഷ്മ, എന്തിനാണ് കോൺഗനേറ്റ് യൂസ് ചെയ്യുക? എന്തിനാണ് കോൺഗനേറ്റ് യൂസ് ചെയ്യുക? മക്കളെ, കോൺഗനേറ്റ് ഫംഗ്ഷൻ എത്ര പേര് ചെയ്തു? ചെയ്തവര് മാത്രം ഹാൻഡ് റൈസ് ചെയ്യടാ. കോൺഗനേറ്റ് ഫംഗ്ഷൻ എത്ര പേര് ചെയ്തു? ചെയ്തിട്ടൊക്കെ ഹാൻഡ് റൈസ് ചെയ്യും. യെസ് മേരി ജിൻസി എന്തിനാ യൂസ് ചെയ്യുന്നേ? ശ്രീഷ്മ ചെയ്തല്ലേ? പല സ്ട്രിങ് ആയിരിക്കും അല്ലെ? സ്ട്രിങ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസ് ആയിരിക്കും മക്കളെ. സെറ്റാണ് കൈവശം കാണിച്ചു. ഇപ്പൊ എന്റെ പേര് മിജിത, ചിലപ്പോ എന്റെ ഫുൾ നെയിം എങ്ങനെയൊക്കെ മിജിത ജോർജ് അല്ലെ, എങ്ങനെ വീട്ടുപേര് അല്ലെ. അപ്പൊ ഓരോ സ്ട്രിങ് ആയിരിക്കും. ആദ്യം എന്റെ പേര്, then എന്റെ വീട്ടുപേര്, then എന്താണ് എന്റെ പ്ലേസിന്റെ പേര്, അങ്ങനെ സ്ട്രിങ് ആയിരിക്കും. സെറ്റാണ് കൈവശം കാണിച്ച്. ഇതെല്ലാം കൂടി നമുക്ക് എന്താക്കണം? ഒരൊറ്റ സ്ട്രിങ് ആക്കി മാറ്റണം. മനസ്സിലായോ? സ്ട്രിങ് മീൻസ് ഒരേ പീസ് ഓഫ് വേർഡ്. സെറ്റാണ് കൈവശം കാണിച്ച്. സ്ട്രിങ് മീൻസ് ഒരേ പീസ് ഓഫ് വേർഡ് ആണ്. അപ്പൊ ഓരോ സ്ട്രിങ്ങിനും നമുക്ക് എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സ്ട്രിങ് ആക്കണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് കോൺഗനേറ്റ് ഫംഗ്ഷൻ. സെറ്റാണ് കൈവശം കാണിച്ച്. ഈ സാധനം എക്സാം ചോദിക്കും കേട്ടോ. അതായത് ഒരുപാട് സ്ട്രിങ്സ് ജോയിൻ ചെയ്ത് ഒരൊറ്റ സ്ട്രിങ് ആക്കണമെങ്കിൽ സ്ട്രിങ് എന്ന് കണ്ടാൽ ഉറപ്പിക്കുക അത് കോൺഗനേറ്റ് ആണ്. സെറ്റാണ് കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ഇതൊക്കെ മറന്നു പോകും മക്കളെ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. അടുത്തത് റൗണ്ട്. റൗണ്ട് ജസ്റ്റ് റൗണ്ട് അപ്പും റൗണ്ട് ഡൗൺ ജസ്റ്റ് നോട്ട് വെക്കുക കേട്ടോ. യെസ് നോക്കിയേ, റൗണ്ട് അപ്പ് എന്ന് പറയൂട്ടോ. റൗണ്ട് കൊടുത്തിട്ട് നോക്കിയേ 2.2876, 2 എന്ന് കൊടുത്താൽ അതിന്റെ അർത്ഥം പോയിന്റ് കഴിഞ്ഞിട്ട് റൗണ്ട് ചെയ്ത് 2 നമ്പർ എടുക്കാന്നാണ്. സെറ്റാണ് കൈവശം കാണിച്ച്. പോയിന്റ് കഴിഞ്ഞ് റൗണ്ട് ചെയ്ത് 2 നമ്പർ എടുക്കുക. അപ്പൊ നോക്കിയേ 768. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 8ന്റെ 1 ഇവിടെ കൊടുത്തിട്ട് 7 എടുക്കും. 2 എടുക്കുള്ളൂ. സെറ്റാണ് കൈവശം കാണിച്ചേ. കാരണം 2 എന്ന് പറഞ്ഞിട്ടുള്ളൂ. സെറ്റാണ് കൈവശം കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? ഇതാണ് റൗണ്ട്. നെക്സ്റ്റ് റൗണ്ട് ഡൗൺ. റൗണ്ട് അപ്പ് ഉണ്ട്. റൗണ്ട് അപ്പ് എന്ന് വെച്ചാൽ മുകളിലേക്ക് റൗണ്ട് ചെയ്യുക. റൗണ്ട് ഡൗൺ ആണെങ്കിലോ താഴേക്ക് റൗണ്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാലോ. സെറ്റാണ് കൈവശം കാണിച്ചേ. ഇതാണ് എപ്പോൾ ചോദിക്കാട്ടെ. ഇങ്ങനെ ചോദിക്കപ്പോഴും ഇങ്ങനെ എക്സാമ്പിൾ തരും, എന്നിട്ട് നമ്മളോട് നമ്പർ എഴുതാൻ പറയും. സെറ്റാണ് കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യത്തെ പഠിക്കുക. നെക്സ്റ്റ് അടുത്തതാണ് ലുക്കപ്പ്. എന്തിനാണ് ലുക്കപ്പ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു സർട്ടൻ വാല്യൂ അല്ലെങ്കിൽ ഒരു പേര് ഇതൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ എന്ത് ഉപയോഗിക്കും? ലുക്കപ്പ് യൂസ് ചെയ്യും. സെറ്റാണ് കൈവശം കാണിച്ച്. എന്തെങ്കിലും ഒരു പേര് അല്ലെങ്കിൽ ഒരു വാല്യൂ നമ്മൾ എന്ത് ഉപയോഗിക്കും? ലുക്കപ്പ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കും. സെറ്റാണ് കൈവശം കാണിച്ച്. സെർച്ചിങ് സർട്ടൻ വാല്യൂ ഫ്രം എ പർട്ടിക്കുലർ ടേബിൾ. തന്നേക്കുന്ന ടേബിളിൽ നിന്നും ഒരു പർട്ടിക്കുലർ വാല്യൂവോ അല്ലെങ്കിൽ പീസ് ഓഫ് ഇൻഫർമേഷനോ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ എന്താ ഉപയോഗിക്കുക? ലുക്കപ്പ് ഉപയോഗിക്കും കേട്ടോ. സെറ്റാണ് കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തത് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഫിനാൻഷ്യൽ ഫംഗ്ഷനിൽ ഇതുവരെ ചോദിച്ചു ഞാൻ കണ്ടേക്കുന്നത് അക്രൂഡ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇത് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. സെറ്റാണ് കൈവശം കാണിച്ച്. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. അതായത് ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസിന്റെയും ബോൺസിന്റെയും നമ്മൾ ഷെയർ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഷെയർ, ബോൺസ്. അപ്പൊ അതിന്റെയൊക്കെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് എന്താണ്? അക്രൂഡ് ഇൻട്രസ്റ്റ്. ACCRINT. സെറ്റാണ് കൈവശം കാണിച്ചേ. എന്താ അക്രൂഡ് ഇൻട്രസ്റ്റ്? നമ്മൾ ഉപയോഗിക്കുന്ന സെക്യൂരിറ്റീസിന്റെയും ബോൺസിന്റെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ACCRT ആണ്. എന്താണെന്ന് ചോദിക്കുള്ളൂ. സെറ്റാണ് കൈവശം കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ എന്താ യൂസ് ചെയ്യുക? ബോൺസിന്റെയും സെക്യൂരിറ്റിന്റെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സെറ്റാണ് കൈവശം കാണിച്ചേ. ഈ PDF നിങ്ങൾക്ക് വേണം മക്കളെ? വേണമെന്ന് കൈവശം കാണിച്ചേ. അയക്കണം. ഞാനത് വേണം അയക്കാം കേട്ടോ. ഐവിനെ അയക്കാം. നെക്സ്റ്റ് അടുത്തത് റേറ്റ്. റേറ്റ് അതൊന്നും ജസ്റ്റ് നോക്കണ്ട. നെക്സ്റ്റ് അടുത്തത് ഇത് PMT. മക്കളെ PMT കൃത്യമായിട്ട് പഠിക്കുക. അതായത് നമ്മുടെ ലോൺ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇതിന്റെ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഒക്കെ ഇൻട്രസ്റ്റോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് PMT ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. സെറ്റാണ് കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ PMT ഫംഗ്ഷൻ കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കാൻ അടുത്തതാണ് NPV ഉണ്ടാവും. സോറി NPV നോക്കേ. പ്രസന്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് നോക്കാം. NPV is the present value of an investment expected cash inflows minus cost of acquired investment. അതായത്
നമ്മുടെ അസറ്റിന്റെ ഇപ്പോഴത്തെ വാല്യൂന്ന് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും? അസറ്റിന്റെ ഇപ്പോഴത്തെ വാല്യൂന്ന് അതിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇപ്പോഴത്തെ വാല്യൂ, നമ്മൾ കുറച്ച് പൈസ മുമ്പേ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ആ ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റും ഇപ്പോഴത്തെ അതിന്റെ കറണ്ട് സ്റ്റാറ്റസ് ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ അതിന്റെ വാല്യൂ ഇപ്പൊ ചിലപ്പോൾ 10 ലക്ഷം രൂപ ആയിരിക്കാം, ഇൻട്രസ്റ്റ് ഒക്കെ കൂടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ചിലപ്പോൾ 8 ലക്ഷം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അതിനെയാണ് എന്ത് പറയാ? NPV എന്ന് പറയാ. അപ്പൊ ഇപ്പോഴത്തെ പ്രസന്റ് വാല്യൂയും പഴയ കോസ്റ്റും കൂടി കമ്പയർ ചെയ്ത് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് NPV. സെറ്റാണ് കൈവശം കാണിച്ച് ഇപ്പോഴത്തെ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റും കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റും കൂടി കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് നെറ്റ് പ്രസന്റ് വാല്യൂ. സെറ്റാണ് കൈവശം കാണിച്ച് ഇതും കൂടി നിങ്ങൾ പർപ്പസ് പഠിക്കാം കേട്ടോ. പർപ്പസ് മാത്രം പഠിച്ചാൽ മതി. നെക്സ്റ്റ് സാറേ കഴിഞ്ഞില്ലേ? സെറ്റാണ് കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ മക്കൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഒരു മിനിറ്റ് സാറേ. സബ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ കൂട്ടാ. അക്കൗണ്ടിങ്ങിന്റെ സബ് സിസ്റ്റം ഏതൊക്കെയാണ്? സബ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ സബ് സിസ്റ്റം ഏതൊക്കെയാണ്? നോട്ട് ചെയ്യാട്ടോ. ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം. സബ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഏതാ ചോദിച്ചാൽ എഴുതി വെക്കാം. ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം. സെറ്റാണ് കൈവശം കാണിച്ച് ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം. എഴുതണോ മക്കളെ? എഴുതണം, കൈവശം കാണിച്ച് എഴുതണ്ടല്ലോ. പറഞ്ഞോളെ. യെസ്, ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം. നെക്സ്റ്റ് സെയിൽസ് ആൻഡ് അക്കൗണ്ട് റിസീവബിൾ സബ് സിസ്റ്റം. സെയിൽസ് ആൻഡ് അക്കൗണ്ട് റിസീവബിൾ സബ് സിസ്റ്റം. നെക്സ്റ്റ് ഇൻവെന്ററി സബ് സിസ്റ്റം. ഇൻവെന്ററി സബ് സിസ്റ്റം. സെറ്റാണ് കൈവശം കാണിച്ച് ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം, സെയിൽസ് ആൻഡ് അക്കൗണ്ട് റിസീവബിൾ സബ് സിസ്റ്റം, ഇൻവെന്ററി സബ് സിസ്റ്റം. ഒരെണ്ണം കൂടി ഉണ്ട്, പേറോൾ അക്കൗണ്ടിങ് സബ് സിസ്റ്റം. പേറോൾ അക്കൗണ്ടിങ് സബ് സിസ്റ്റം. അതായത് അക്കൗണ്ടിങ്ങിന്റെ സബ് സിസ്റ്റംസ് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എഴുതി വെക്കുക. സെറ്റ് ആണ് കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാലോ. ഇത് കിട്ടാത്ത ആരെങ്കിലും മക്കളെ? ഇപ്പൊ പറഞ്ഞ ഈ ഒരു ആൻസർ കിട്ടാത്ത ആരെങ്കിലും വേഗം ഹാൻഡ് റൈസ് ചെയ്യട്ടാ. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. യെസ്, അറിയാവുന്ന വേഗം കിട്ടാത്ത ഹാൻഡ് റൈസ് ചെയ്തടാ. അക്കൗണ്ടിങ്ങിന്റെ സബ് സിസ്റ്റം ഏതൊക്കെയാണ്? ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം, സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ് സിസ്റ്റം, ഇൻവെന്ററി സബ് സിസ്റ്റം, പേറോൾ അക്കൗണ്ടിങ് സബ് സിസ്റ്റം. ക്ലിയർ ആണോ സുലക്ഷ്മി? ഓക്കെ ആയില്ലേ? അക്കൗണ്ടിങ്ങിന്റെ സബ് സിസ്റ്റം ആണ് ഈ 4 സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്, നമ്മൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാണ്. സാറേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇയർ എന്ന് പറയോ? '23 അല്ലേ? '23 അല്ലേ? യെസ് മക്കളെ, നിങ്ങൾ പറയണ്ട ആൻസർ. കീബോർഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്താണ് കീബോർഡ്? ഏതിന്റെ എക്സാമ്പിൾ ആണ്ടാ പറ. കീബോർഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. സാറേ വിളിച്ച് ഏതൊക്കെയാണ്? സോഫ്റ്റ്വെയർ ഉണ്ട്, ഹ്യൂമൻ വെയർ ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, നൺ ഓഫ് ദിസ്. സാറേ വിളിച്ച് നന്ദിനി ഏതാണ്ട കീബോർഡിന്റെ എക്സാമ്പിൾ? ഹാർഡ്വെയർ ആണ് അല്ലേ? കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് സാർ അടുത്തത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഓക്കെ മലയാളമാണ് നിങ്ങളുടെ സാറേ, ഇംഗ്ലീഷിലില്ല. അതിന് മുന്നത്തെ ഇപ്പൊ കാണിച്ചതിൽ ഫസ്റ്റ് പേജ് ആ നോക്ക്. യെസ് മക്കളെ നോക്കിയേ, ഫസ്റ്റ് ഡോളർ സൈൻ കണ്ടത്? ഡോളർ സൈൻ ഉണ്ട്, ബി, പിന്നെ $5 ഉണ്ട്. ഇത് ഏത് സെൽ റെഫറൻസ് ആണ്? റിലേറ്റീവ് ആണോ, അബ്സല്യൂട്ട് ആണോ, മിക്സഡ് ആണോ, നൺ ഓഫ് ദിസ് ആണോ? വേഗം പറ. ആദ്യത്തെ ഡോളർ സൈൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കോളൻ നമ്പർ,
പിന്നെ ഡോളർ സൈൻ, പിന്നെ റോ നമ്പർ. ഇത് ഏത് സെൽ റെഫറൻസ് ആണ്? ഇത്ര ഞാൻ പറയുന്ന സംഭവം ഉണ്ടാ സാർ വിളിച്ചേ. അഭിനന്ദേ ഏതാണ്ട് ഏത് സെൽ റെഫറൻസ് ആണ്? അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ് മക്കളെ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. സെറ്റ് ആണ് കൈവശിക്കാൻ ഒക്കെ ആണെങ്കിൽ ഇതിന് പകരം ചിലപ്പോ ചോദിക്കും ഏത് സെൽ റെഫറൻസ് ആണെടാ? മിക്സഡ് സെൽ റെഫറൻസ് ആണ്. A1 പ്ലസ് B1 അല്ലെങ്കിൽ A2 പ്ലസ് B2. ഏത് സെൽ റെഫറൻസ് ആണ്? റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ്. സെറ്റ് ആണ് കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കാം കേട്ടോ. മലയാളം. യെസ് യെസ്. Function used to find out repayment installment of loan amount in LibreOffice Calc. LibreOffice Calcല് ലോണിന്റെ റീപേയ്മെന്റ് കാണാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? സെറ്റ് ആണ് കൈവശിക്കാൻ. ആൻസർ ക്ലിയർ ആണെങ്കിൽ ഓക്കെ ആണോ? ആൻസർ ചെയ്താൽ വേഗം ഹാൻഡ് റൈസ് ചെയ്യട്ടോ. ആൻസർ ചെയ്താൽ വേഗം ഹാൻഡ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കാം മക്കളെ, LibreOfficeലെ പ്രീ ഡിഫൈൻഡ് ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ അത് ഫംഗ്ഷൻ ആണ് കേട്ടോ. സെറ്റ് ആണ് കൈവശിക്കാൻ. എന്താണ് ഫോർമുല? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർമുലയാണ്. പക്ഷേ LibreOffice Calc അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റില് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ അത് ഫംഗ്ഷൻ ആണ്. അതായത് നമ്മുടെ സ്പ്രെഡ്ഷീറ്റിൽ ഓൾറെഡി ഉള്ള ഫോർമുലാസിന് പറയുന്ന പേര് ഫംഗ്ഷൻസ് എന്നാണ്. സെറ്റ് ആണ് കൈവശിക്കാൻ. പ്രീ ഡിഫൈൻഡ് ഫോർമുലാസിന്റെ LibreOffice Calc എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക അത് ഫംഗ്ഷൻസ് ആണ് കേട്ടോ. സെറ്റ് ആണ് കൈവശിക്കാൻ. ഓക്കെ ആണ്. ഇവിടെ നോക്കിയേ, ഏതാണ്ട് ലോൺ റീപേയ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാറേ വിളിച്ചോ. അഭിനന്ദ ഏതാണ്ട് ആൻസർ? PMT ആണ് അല്ലെ? സമ്മതി യൂസ് ചെയ്യാ, ടോട്ടൽ കാണാൻ യൂസ് ചെയ്യും. DV എന്തിനാണ്? ഇട്ടുണ്ടാവും വാല്യൂ മെത്തേഡ്. എന്തിനാണ്? സ്റ്റേറ്റ് ലൈൻ മെത്തേഡ്. സെറ്റ് ആണ് കൈവശിക്കാൻ. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? നെക്സ്റ്റ്, സാലറി അക്കൗണ്ട് കം അണ്ടർ ഡാഷ് ഗ്രൂപ്പ് ഓഫ് ജിന്നുഗാത്ത സോഫ്റ്റ്വെയർ. ജിന്നുഗാത്തയുടെ സോഫ്റ്റ്വെയറിൽ സാലറി വരുന്നത് ഏത് ഗ്രൂപ്പിലാണ്? വേഗം പറയടാ. യെസ് നെക്സ്റ്റ് സാർ വിളിച്ചോ. ജിന്നുഗാത്തയുടെ ഏതിലാ വരാ? കാതറിൻ പറഞ്ഞോ, ഏതിലാ വരാം? സാലറി എവിടെയാ വരും ജിന്നുഗാത്തയില്? ഇൻഡയറക്റ്റ് ഇൻകം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കിയേ. നോക്കാട്ടോ. റൈറ്റ് സിൻടാക്സ് ഫോർ ഫോളോയിങ് ഫംഗ്ഷൻസ് ഓഫ് LibreOffice Calc. തന്നേക്കുന്ന ഫംഗ്ഷന്റെ സിൻടാക്സ് ഇതാട്ടോ. അപ്പൊ നിങ്ങൾ സമ്മിഫിന്റെയും ആൻഡിന്റെയും സിൻടാക്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. സെറ്റാണ് കൈവശിക്കാൻ. സമ്മിന്റെയും എന്താണ് അതുപോലെ ആൻഡിന്റെയും സിൻടാക്സ് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ്, ഷോർട്ട് നോട്ട് ഓൺ ബാർ ചാർട്ട്. ബാർ ചാർട്ട് എന്താണ്? ഞാൻ പറഞ്ഞില്ലേ എന്താ ബാർ ചാർട്ട്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ ആണ്. ബാർ ചാർട്ട് പ്ലേസ്ഡ് ഓൺ എങ്ങനെയാണ് മക്കളെ? ഹൊറിസോണ്ടലി ആണ്. സെറ്റ് ആണ് കൈവശിക്കാൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണ് കൈവശിക്കാൻ. നെക്സ്റ്റ്, ലിസ്റ്റ് ഓഫ് 2 അഡ്വാൻറ്റേജസ് ഓഫ് എന്താണ്? ചാർട്ടും ഗ്രാഫും. ചാർട്ടിന്റെ ഗ്രാഫിന്റെ അഡ്വാൻസ് പറഞ്ഞതാണ്. നെക്സ്റ്റ് എന്താണ്? സിസ്റ്റം ജനറേറ്റഡ് ജിന്നു അക്കൗണ്ട്. ജിന്നുഗാത്ത അക്കൗണ്ട് ഏതൊക്കെയാണ് വേഗം പറഞ്ഞേ. നെക്സ്റ്റ് വിളിച്ചേ. ജിന്നുഗാത്തയിലെ സിസ്റ്റം ജനറേറ്റഡ് അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? വിളിച്ചോ. ആൻഡ്രിയ വേഗം പറ. സിസ്റ്റം ജനറേറ്റഡ് അക്കൗണ്ട്സ് ഏതൊക്കെയാണ് ജിന്നുഗാത്തയിലത്തെ? എടാ അത് പഠിച്ചില്ല, ഞാൻ നാലാമത് പഠിക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് വിളിച്ചെടുത്ത് ജോയലേ പറ. സിസ്റ്റം ജനറേറ്റഡ് അക്കൗണ്ട്സ് ഏതൊക്കെയാണ് ജിന്നുഗാത്തയിലത്തെ? അതിപ്പോ തന്നെ പറഞ്ഞതല്ലേ. എത്ര പേർക്കറിയാം സിസ്റ്റം ജനറേറ്റഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡീഫോൾട്ട് അക്കൗണ്ട് ജിന്നുഗാത്തയിലത്തെ? അതിന് ഞാൻ കേട്ടോ. ജിന്നുഗാത്തയിലത്തെ സിസ്റ്റം ജനറേറ്റഡ് അക്കൗണ്ട് മക്കളെ ഞാൻ വെറുതെ പറയണ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് പറയണതാണ്. വിളിച്ചേ. ഐഷ പറ. ജിന്നുഗാത്തയിലത്തെ സിസ്റ്റം ജനറേറ്റഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡീഫോൾട്ട് അക്കൗണ്ട് കേട്ടോ മക്കളെ? പറഞ്ഞോ. ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്, P&L അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സെറ്റ് ആണ് കൈവശിക്കാൻ. സാധനം പ്രതീക്ഷിച്ചോട്ടാ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദി ഫംഗ്ഷൻ കീ ഓഫ് ദി വൗച്ചർ. തന്നേക്കുന്ന വൗച്ചറിന്റെ ഫംഗ്ഷൻ കീ മക്കളെ ആദ്യം റെസിപ്റ്റ് ആണ്, അത് F4. പിന്നെ പേയ്മെന്റ് ആണ് F5. പിന്നെ ഏതാ വന്നത്? പിന്നെ ഏതാ വരുന്നത്? പർച്ചേസ് ആണോ? അപ്പൊ നിങ്ങൾ ചോദിക്കേ പർച്ചേസിന്റെ പേയ്മെന്റിന്റെ ഫംഗ്ഷൻസ് കീ വേഗം പറഞ്ഞേ. ഏതാണ് ഫംഗ്ഷന്റെ പർച്ചേസിന്റെ ഫംഗ്ഷൻ കീ? സാറേ വിളിച്ച്. യെസ് അലൂഫേ, പർച്ചേസിന്റെ ഫംഗ്ഷൻ കീ ഏതാണ്ടാ? F7. പേയ്മെന്റിന്റെയോ? F5 കേട്ടാ മക്കളെ. റെസിപ്റ്റ് F4 ആണ്, പേയ്മെന്റ് F5 ആണ്, പിന്നെ സെയിൽസ് F6 ആണ്. നോക്കണം കേട്ടോ. നെക്സ്റ്റ് പർച്ചേസ്
F7 ആണ്. സെറ്റ് ആണ് കൈവശം കാണിച്ച കോൺട്ര 8 ആണ് കേട്ടോ. ഇത്ര 5 നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സെറ്റ് അല്ലേ? ഇനി അഡ്ജസ്റ്റ്മെന്റ് എഴുതുന്നത് ജേണലിലാണ് കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എൻ്റർ ചെയ്യുന്നതും ജേണലിലാണ് കേട്ടോ. നെക്സ്റ്റ് ഓക്കെ, എക്സ്പ്ലെയിൻ എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഏതെങ്കിലും 3 അഡ്വാൻറ്റേജ് എഴുതുക. സെറ്റ് ആണ് കൈവശം കാണിച്ച ഓക്കെ ആണെങ്കിൽ പഠിച്ചേക്കാൻ കാര്യമല്ലേ? നെയിം ദ ടൈപ്പ് ഓഫ് ഡാറ്റ യൂസ്ഡ് ഇൻ ലിബർ ഓഫീസ് കാൽക്ക്. ലിബർ ഓഫീസ് കാൽക്കിൽ തന്നേക്കുന്ന ഡാറ്റ ഏതൊക്കെയാണ്? ഏതൊക്കെ ഡാറ്റ ഞാൻ പറഞ്ഞേ? ലിബർ ഓഫീസ് കാൽക്കിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ഏതൊക്കെയാണ്? അതിന് മാത്രമേ ഹാൻഡിൽ ചെയ്യട്ടാ. ലിബർ ഓഫീസ് കാൽക്കിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ഏതൊക്കെയാണ്? അറിയാവുന്നതിന് മാത്രം അയക്കണ്ട, യൂസ് ചെയ്യുക. വേഗം ആലോചിച്ചതേ, അറിയാവുന്നതിന് മാത്രം സൊല്യൂഷൻ പറ. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് വാല്യൂ, ലേബൽസ്, ഫോർമുല അല്ലെ മക്കളെ? ലിബർ ഓഫീസ് കാൽക്കിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ എന്താ പറയാ നോക്കിയേ? വാല്യൂ ഉണ്ട്, ലേബൽസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഫോർമുല ഉണ്ട്. സെറ്റ് ആണ് കൈവശം കാണിച്ചേ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? നെക്സ്റ്റ്, ഇതിന് PDF നിങ്ങൾക്ക് വേണോ മക്കളെ? വേണമെന്ന് കൈവശം കാണിച്ചേ. നെക്സ്റ്റ് അടുത്ത് സാറേ എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് യൂസ്ഡ് ഇൻ ലിബർ ഓഫീസ് കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ഓഫ് അസെറ്റ് സിൻടാക്സ്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, കഴിഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഡിപ്രീസിയേഷൻ ഓഫ് അസെറ്റിന്റെ സിൻടാക്സ് എഴുതുക. എത്ര എണ്ണം ഉണ്ട് മക്കളെ? 2 എണ്ണം ഉണ്ട്. സ്റ്റേറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. സെറ്റ് ആണ് കൈവശം കാണിച്ചേ. അപ്പൊ SLN എഴുതാ, സിൻടാക്സ് എഴുതാ, DB എഴുതാ, സിൻടാക്സ് എഴുതാ. സെറ്റ് ആണ് കൈവശം കാണിച്ചേ. ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്താ? ആദ്യം സ്റ്റേറ്റ് ലൈൻ മെത്തേഡ് ഹെഡിങ് കൊടുക്കുക, സിൻടാക്സ് ചെയ്താ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഹെഡിങ് കൊടുക്കുക, സിൻടാക്സ് ചെയ്താ. സെറ്റ് ആണ് കൈവശം കാണിച്ചേ ഓക്കെ ആണെങ്കിൽ നോക്കിയേ, ഐഡന്റിഫൈ ദ വൗച്ചർ ടൈപ്പ്, അക്കൗണ്ട് ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്, ഫോളോയിങ് ട്രാൻസാക്ഷൻ. എന്തൊക്കെ അറിയണോടാ? വൗച്ചർ ടൈപ്പ്, അതുപോലെ അക്കൗണ്ട് ഗ്രൂപ്പ്, ഗ്രൂപ്പുകൾ അറിയണം. സെറ്റ് ആണ് കൈവശം കാണിച്ചേ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. എങ്ങനെ വരെ ജേണൽ എൻട്രി? വേഗം പറഞ്ഞേ. ജേണൽ എൻട്രി എന്ന് പറഞ്ഞേ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ആർക്കറിയാൻ പറ്റും ജേണൽ എൻട്രി? വേഗം പറയടാ. അർജുന പറയാൻ കിട്ടോ? അറിയിക്കണം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അർജുനെ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് പറയാൻ പറ്റും ജേണൽ എൻട്രി? ഏതൊക്കെ അക്കൗണ്ട് വരും അപ്പോ? ക്യാഷ് അക്കൗണ്ടും വരും, ക്യാപിറ്റൽ അക്കൗണ്ട് വരും. ക്യാഷ് എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് ഗ്രൂപ്പ്. സെറ്റ് ആണ് കൈവശം കാണിച്ചേ. സബ് ഗ്രൂപ്പ് ക്യാഷ് വരും. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ തന്നെയാണ് ഗ്രൂപ്പ്. ക്ലിയർ ആണ് കൈവശം കാണിച്ചേ ഓക്കെ ആണെങ്കിൽ ഇത് ഏത് വൗച്ചർ ആണ്ടാ? ക്യാഷ് ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നു അല്ലെ? അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിട്ട് ക്യാഷ് കൊണ്ടുവന്നു എന്നാ സംഭവം? ഇത് റെസീപ്റ്റ് ആണ് കേട്ടോ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ മാറിപ്പോകരുത്, റെസീറ്റ് ആണ്. സെറ്റ് ആണ് കൈവശം കാണിച്ചേ. റെസീറ്റ് F4. ക്ലിയർ ആയില്ല മക്കളെ? ക്ലിയർ ആണ് കൈവശിക്കേ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ABC ലിമിറ്റഡ്. ഇത് എന്ത് പർച്ചേസാ? പർച്ചേസ് ലിമിറ്റഡ് എന്നാണ്. പർച്ചേസ് ഫ്രം ABC എന്ന് പറയാം. ക്യാഷ് കണ്ടില്ലല്ലോ, അപ്പൊ എന്ത് പർച്ചേസ് ആണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പൊ ജേണൽ എൻട്രി വരോടാ സാറേ? അഭിനന്ദൻ വിളിച്ചു. യെസ് അഭിനന്ദൻ ഒന്ന് പറഞ്ഞേ. പർച്ചേസ് അക്കൗണ്ട് ടു ABC ലിമിറ്റഡ് വരും അല്ലെ? യെസ് ഓക്കെ. അപ്പൊ ഏതാ വരാ? പർച്ചേസ് വരുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഗ്രൂപ്പ് വരും. അതേപോലെ ABC ലിമിറ്റഡ് ആരാ? പർച്ചേസ് ചെയ്തൊക്കെ അല്ലേ? അപ്പൊ അതാണ് സൺട്രി ക്രെഡിറ്റർ ആണ് അല്ലെ? അപ്പൊ അതേതാ വരാ? കറണ്ട് ലയബിലിറ്റിയിൽ സൺട്രി ക്രെഡിറ്ററിൽ വരും. സെറ്റ് ആണ് കൈവശം കാണിച്ചേ. ഗ്രൂപ്പ്, കറണ്ട് ലയബിലിറ്റി, സബ് ഗ്രൂപ്പ്, സൺട്രി ക്രെഡിറ്റേഴ്സ് വരും കേട്ടോ. ഇനി ഏതാ വരാ? പർച്ചേസ് ആണല്ലേ? ഏതാ പർച്ചേസിന്റെ ഫംഗ്ഷൻ കീ? F7. സെറ്റ് ആണ് കൈവശം കാണിച്ചേ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ടു ഷാജു അല്ലെ? എന്ത് ജേണൽ എൻട്രി വരാ സാർ? നെക്സ്റ്റ് വിളിച്ചേ ആയിഷ. ജേണൽ എൻട്രി പറഞ്ഞടാ. ഷാജു അക്കൗണ്ട് ടു സെയിൽസ്. ഷാജു ആരാണ്? സൺട്രി ഡെപ്റ്റർ ആണ്, കറണ്ട് സെറ്റ് ആണ്. സെറ്റ് ആണ് കൈവശം കാണിച്ചത്. അപ്പൊ മെയിൻ ഗ്രൂപ്പ് കറണ്ട് സെറ്റ്, സബ് ഗ്രൂപ്പ് സൺട്രി ഡെപ്റ്റർ. സെയിൽസിന്റെ മെയിൻ ഗ്രൂപ്പ് ഏതാണ്? ഡയറക്റ്റ് ഏതാണ്? ഇൻകം ആണ്. സെറ്റ് ആണ് കൈവശം കാണിച്ചേ. ഏതാ വരാ? സെയിൽസ് ആണ് വൗച്ചർ വരാ അല്ലെ? ഫംഗ്ഷൻ കീ വരാ? F6 ആണ് വരാ. സെറ്റ് ആണ് കൈവശം കാണിച്ചേ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഫംഗ്ഷൻ കീയും പഠിക്കാം, ഫംഗ്ഷനും കൃത്യമായിട്ട് പഠിക്കാം. ഇത്രയും ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ചേ ഓക്കെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം മക്കളെ. ഓരോ 1 വേർഡ് വേഗം നോക്കാം കേട്ടോ. തീരെ തന്നെ നെക്സ്റ്റ് ഞാൻ കാണിച്ചു. ഓരോരുത്തരുടെ 1 വേർഡ് വേഗം നോക്കാം. യെസ് മക്കളെ നോക്കിയേ. കോഡ് ഈസ് അസൈൻ ടു കറണ്ട് അസെറ്റ് CA.
കറണ്ട് അസറ്റിന് സി എന്ന് കൊടുത്താൽ ഇതെന്താണ്? കറണ്ട് അസറ്റിന് സി എ, ഇത് അബ്രിവേഷൻ അല്ലേ? സി എ നമ്മൾ നേരത്തെ പറഞ്ഞു പാലക്കാട് എന്താണ് PGT എന്നൊക്കെ കൊടുത്തുന്ന സംഭവം ഇത് നെമോണിക് കോഡ് ആണ് കേട്ടോ. സെറ്റ് ആണ് കൈവശി കാണിച്ചേ നെമോണിക് കോഡ് ആണ്. നെക്സ്റ്റ് ഓക്കെ റിസൾട്ട് ഇതെന്താ പറഞ്ഞേക്കുന്നത്? എന്ത് റിസൾട്ട് നോക്കിയേ -1 -2 തൊട്ട് ചെയ്യണം. മൈനസ് കൊടുത്താൽ ഇവിടുത്തെ 2 എണ്ണം കളയണം എന്നാണ്. സെറ്റ് ആണ് കൈവശി കാണിച്ചേ മൈനസ് കൊടുത്താൽ ഇവിടുത്തെ 2 എണ്ണം കളയണം എന്നാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ വരാം? ഓക്കെ മൈനസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കാം അതിനർത്ഥം 1 2 3 4 5 പിന്നെ കുറച്ച് നമ്പറും -2 കൊടുത്താൽ അതിന്റെ അർത്ഥം നോക്കാം ഇവിടത്തെ 2 നമ്പർ കളയണം, അത് 0 ആക്കണം എന്നാണ്. സെറ്റ് ആണ് കൈവശി കാണിച്ചേ -2 എന്ന് കൊടുത്താൽ ഇവിടത്തെ 2 നമ്പർ 2 ആക്കണം എന്നാണ്. സെറ്റ് ആണോ? ഇനി നോക്കാം 1 2 3 4 5 6 പോയിന്റ് 1 2 3 എന്ന് വിചാരിക്കുക. വെറുതെ 2 കൊടുത്താൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം എടുക്കണം എന്നാണ്. സെറ്റ് ആണ് കൈവശി കാണിച്ചേ -2 എന്ന് വെച്ചാൽ എന്താണ്? ഈ പോയിന്റിന് മുൻപുള്ള ഈ 2 സ്ഥാനം 0 ആക്കണം എന്നാണ്. ആൻസർ ഏതാണ്? ഇതാണ്. സെറ്റ് ആണ് കൈവശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ 12 300 കേട്ടോ. ശരിക്കത്തല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പൊ മൈനസ് കണ്ടുറപ്പിച്ചോ പോയിന്റ് മുൻപുള്ള ഏതെങ്കിലും നമ്പർ എന്താണ് 0 ആക്കാനായിരിക്കും കേട്ടോ. -1 ആണെങ്കിലോ ഒരെണ്ണം 0 ആക്കാനായിരിക്കും. -3 ആണെങ്കിലോ 3 എണ്ണം 0 ആക്കാനായിരിക്കുള്ളൂ. സെറ്റ് ആണ് കൈവശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കാം. Which of the following is calculate depreciation in LibreOffice Calc? LibreOffice Calcൽ ഡിപ്രീസിയേഷൻ കാണാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്ടാ? PMT ആണോ, SLN ആണോ, PV ആണോ, AND ആണോ? വേഗം പറ, ആൻസർ വേഗം ചെയ്തേ. പറയണ്ട സാർ ആൻസർ യെസ് വേഗം പറ മക്കളെ. ആൻസർ വേഗം കമന്റ് ചെയ്. SLN ആണ് അല്ലെ? നെക്സ്റ്റ് നോക്കാം അടുത്തത്. ചാർട്ട് എലമെന്റ്സ് ടു ഐഡന്റിഫൈ ഡിഫറെന്റ് ഡാറ്റ സീരീസ് ഏതാണ്ടാ? ഐഡന്റിഫൈ എന്ന് കണ്ടാ ഉറപ്പിക്കാം അത് ലെജൻഡ് ആണ് കേട്ടാ. ചാർട്ട് എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ലെജൻഡ് ആണ്. സെറ്റ് ആണ് കൈവശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് പ്രിപ്പയറിംഗ് ചാർട്ട് ഓൾറെഡി പഠിച്ചേക്കുന്നതാണ്. നെക്സ്റ്റ് ഈ സംഭവം വേണ്ടത് നോക്കിയേ. 3 സബ്സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചില്ലേ? ഏതൊക്കെയാ പഠിച്ചത്? ക്യാഷ് സബ്സിസ്റ്റം ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? 4 എഴുതിയില്ലേ? അപ്പൊ 4 എണ്ണം എഴുതി വെക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്ത് അങ്ങനെ നോക്കിയേ. ഇത് പേറോൾ സ്റ്റേറ്റ്മെന്റ് കാൽക്കുലേഷൻ ആണ് കേട്ടോ. നോക്കാം. നെയിം ഉണ്ട്, ബേസിക് പേ ഉണ്ട്, ഡി ഉണ്ട്, HR ഉണ്ട്. ഗ്രോസ് പേ എങ്ങനെ കിട്ടാ? ഗ്രോസ് പേ കിട്ടാൻ വേണ്ടി ബേസിക് പേയും DAയും HRയും കൂടി ആഡ് ചെയ്യാം. സെറ്റ് ആണ് കൈവശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഇനി എങ്ങനെ ഡിഡക്ഷൻസ് കിട്ടാ? ഡിഡക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് PFഉം എന്താണ് അതുപോലെ SLA എന്ന ഡിഡക്ഷനും കൂടി ആഡ് ചെയ്യാം. സെറ്റ് ആണ് കൈവശി കാണിച്ചേ. നെറ്റ് പേ എങ്ങനെ കിട്ടാ? ഗ്രോസ് പേന്ന് ടോട്ടൽ ഡിഡക്ഷൻസ് കുറയ്ക്കാം. സെറ്റ് ആണ് കൈവശി കാണിച്ചേ. ഓക്കെ അല്ലേ? നിങ്ങൾ നോക്കിയേ. DA പറഞ്ഞേക്കുന്നത് 7% ഓഫ് ബേസിക് പേ ആണ്. അപ്പൊ അതെങ്ങനെ കാണാം? DA 7% ഓഫ് ബേസിക് പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക് പേയുടെ കോൾ എടുക്കുക. ബേസിക് പേയുടെ കോൾ ഏതാണ്ടാ? ഇത് B ആയിരിക്കും കേട്ടോ. ഇത് A ആയിരിക്കും, ഇത് B, ഇത് C, അങ്ങനെയാണ് പോവാ. അപ്പൊ B1 ആണ് എന്ത് വരാ? ബേസിക് പേയുടെ കോളം വരാം. അപ്പൊ B1 ഇൻറ്റു എന്താണ് 7% അടിച്ചു കൊടുത്താൽ എന്ത് വരും? ഇവിടെ ബേസിക് പേയുടെ ആൻസർ വരും. സെറ്റ് ആണ് കഴിച്ച് കാണിച്ച് B1 ഇൻറ്റു 7% എന്ത് ചെയ്ത് ആൻസർ കിട്ടും. നെക്സ്റ്റ് എടുത്ത് നോക്കാം. TDS ഉണ്ടാവും സാർ. നെക്സ്റ്റ് അത്ര ഉള്ളല്ലേ? യെസ് അതൊക്കെ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ആകെ ബേസിക് പേ കാണാനും DA ഗ്രോസ് പേ കാണാനൊക്കെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ നെക്സ്റ്റ് നോക്കാം. ലോജിക്കൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? നിങ്ങൾ ഏതെങ്കിലും 2 ലോജിക്കൽ ഫംഗ്ഷൻ എഴുതി വെക്കുക. ഇഫും നെസ്റ്റഡ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത് നോക്കിയേ. നമ്മുടെ CASന്റെ മെറിറ്റും ഡിമെറിറ്റും പഠിക്കാം. നെക്സ്റ്റ് അടിയിലേക്ക് മക്കളെ നിങ്ങൾ പറയണോ കേട്ടോ. സെർച്ച് certain values from a table. അതായത് ടേബിളിൽ നിന്ന് ചില വാല്യൂസ് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? മക്കളെ സെർച്ചിങ് എന്ന് കണ്ടാൽ ഉറപ്പിക്കുക ലുക്കപ്പ് ആണ്. സെറ്റ് ആണ് കൈവശി കാണിച്ച്. സെർച്ചിങ് എന്ന് കണ്ടാൽ എന്ത് ഉപയോഗിക്കുക? ലുക്കപ്പ് ആണ് മനസ്സിലാക്കുക കേട്ടോ. സെറ്റ് ആണ് കൈവശി കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? നെക്സ്റ്റ് ഓക്കെ. ടു കൗണ്ട് ദി സെൽ ദാറ്റ് കണ്ടെയ്ൻ നമ്പർ ഓൺലി. നമ്പർ മാത്രം കൗണ്ട് ചെയ്യാൻ എന്താ ഉപയോഗിക്കുക? നമ്പർ മാത്രം കൗണ്ടാ യൂസ് ചെയ്യുക അല്ലെ? അപ്പൊ കൗണ്ട് യൂസ് ചെയ്യാ. നെക്സ്റ്റ് ഓക്കെ. ജോയിൻ സെവറൽ സ്ട്രിംഗ് ടു ഡിഫറെന്റ് സെൽസ് വൺ സ്ട്രിംഗ്. പല സെല്ലിലെ സെവറൽ സ്ട്രിംഗ് ഒരൊറ്റ സ്ട്രിംഗ് ആക്കണം. എന്ത് യൂസ് ചെയ്യണം? കോൺകനേറ്റ് യൂസ് ചെയ്യണം. സെറ്റ് ആണ് കൈവശി കാണിച്ചേ. എത്ര പേര് കിട്ടുന്നുണ്ടോ മക്കളെ? കിട്ടുന്ന കൈവശി കാണിച്ചേ. നെക്സ്റ്റ് കാൽക്കുലേറ്റ് അക്രൂഡ് ഇൻട്രസ്റ്റ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് പീരിയോഡിക് ഇൻട്രസ്റ്റ്. സെക്യൂരിറ്റീസിന്റെ അക്രൂഡ് ഇൻട്രസ്റ്റ് കാണാൻ ACCR NT. സെറ്റ് ആണ് കൈവശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? കറന്റ് ടൈമും
ഡേറ്റും ഡിസ്പ്ലേ ചെയ്യാൻ. ഏതാണ്ടാ നൗ ആണ് ട്ടാ. സെറ്റ് ആണ് കൈവശി കാണിച്ചേ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം. നമ്മുടെ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾക്ക് നിൽക്കാം. അല്ലാത്ത മക്കൾ വേഗം ലീവ് ചെയ്തിട്ട് വേഗം പോയി പിടിച്ചോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.